സുഹൃത്തുക്കളെ, കേൾക്കാനില്ലേ പുത്ര? കേൾക്കാം ശബ, കേൾക്കാം ആ കേൾക്കാം. ആ സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയുന്നത് പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് കോഴിക്കോട്, ചികിത്സാനിധി തൃശൂർ, കേരളീയം വെബ് മാഗസിൻ തൃശൂർ എന്നീ സംഘടനകൾ കൂട്ടായി സംഘടിപ്പിക്കുന്ന പ്രഭാഷണങ്ങളുടെയും ചർച്ചകളുടെയും ഭാഗമായി ഇന്ന് മെയ് 2025 മെയ് 23 വെള്ളിയാഴ്ച നടത്തുന്ന പ്രഭാഷണം ആരോഗ്യ മേഖലയുടെ കോർപ്പറേറ്റ് വൽക്കരണവും ആരോഗ്യത്തിന്റെ സ്വകാര്യവൽക്കരണവും എന്ന വിഷയത്തിലാണ്. ഇതിൽ നമ്മോട് സംവദിക്കുന്നത് ഡോക്ടർ ഗോഡ്വിൻ എസ്.കെ., പ്രൊഫസർ, സാമ്പത്തിക ശാസ്ത്ര വിഭാഗം, ഗവൺമെന്റ് വിമൻസ് കോളേജ് തിരുവനന്തപുരം, ഡോക്ടർ ഹരിക്കുറുപ്പ് കെ., അഡ്വൈസർ, 7ാം ധനകാര്യ കമ്മീഷൻ, കേരള ഗവൺമെന്റ് എന്നിവരാണ്. ഈ വിഷയം ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളീയം, ചികിത്സാനീതി എന്നീ കൂട്ടായ്മകൾ കഴിഞ്ഞ കുറേ ദശകങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കെ ആണ് ഇന്ന് ഇവർ നമ്മോട് സംവദിക്കുന്നത്. കൂടുതലായി ഇൻട്രൊഡക്ഷൻ നൽകാതെ, മുഖവുരയൊന്നും നൽകാതെ തന്നെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രഭാഷകരെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഗോഡ്വിൻ എസ്.കെക്കും ഡോക്ടർ ഹരിക്കുറുപ്പ് കെ.ക്കും ഈ കൂട്ടായ്മയിലേക്ക് പ്രഭാഷണങ്ങൾ നടത്തുന്നതിനായി സ്വാഗതം. ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും, എല്ലാ പഠിതാക്കൾക്കും, എല്ലാ കേൾവിക്കാർക്കും ഹാർദമായ സ്വാഗതം. താങ്ക് യു. അപ്പൊ ഞാൻ ഗോഡ്വിൻ ആദ്യം സംസാരിച്ചു തുടങ്ങാം. അപ്പൊ അതിനുശേഷം ഡോക്ടർ ഹരിക്കുറുപ്പ് ബാക്കി കാര്യം. ഓക്കെ, കേൾക്കാമല്ലേ? കേൾക്കാം. രാജഗോപാലൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. രാജഗോപാൽ, ഷാജി, ഗോവിന്ദൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആദ്യമേ തന്നെ ഇങ്ങനൊരു വളരെ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ പെട്ടെന്നൊരു പക്ഷേ സാധാരണ ഒരു വിഷയത്തിലൊക്കെ നമ്മളിപ്പോ പിന്നെ ചർച്ചകളിലൊക്കെ ലാഘവമായിട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. കാരണം ഈ മികച്ച ആരോഗ്യ മേഖല എന്താണെന്ന് പലപ്പോഴും ചോദിക്കുമ്പോൾ അതിന് പലപ്പോഴും എളുപ്പത്തിലുള്ള ഒരു ഉത്തരം വലിയ ആശുപത്രികൾ തുടങ്ങിയതൊക്കെ വരുന്നത് നല്ലതല്ലേ? കാരണം ഗവൺമെന്റുകൾ ഉൾപ്പെടെ പിന്നെ നമ്മുടെ അത് കേരളത്തിലായിക്കോട്ടെ ഭാരതത്തിലായിക്കോട്ടെ ഒക്കെ വലിയ ആശുപത്രികൾ വരുന്നതിനെയും ആ നിക്ഷേപം എന്നുള്ള നിലയിൽ പിന്നെ ഇന്ത്യയുടെ ധനമന്ത്രി പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ ടൂറിസം രംഗത്ത് വലിയ നിക്ഷേപ സാധ്യതയുള്ള മേഖലയാണ് ആരോഗ്യരംഗം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും 2002 ഇന്ത്യയുടെ ദേശീയ ആരോഗ്യ നയത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ നിർദ്ദേശം പിന്നെ കാരണം 1983 ദേശീയ ആരോഗ്യ നയത്തിൽ നിന്നും കൃത്യമായ വ്യതിചലനം 2002 അതിനുശേഷം 2017 നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കോർപ്പറേറ്റൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ കോർപ്പറേറ്റ് വൽക്കരണം, യഥാർത്ഥത്തിൽ അതിന് മലയാളമായിട്ട് കൃത്യമായിട്ടൊരു പദം ഞാൻ അന്വേഷിച്ചു. അപ്പൊ എനിക്ക് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് വൽക്കരണം എന്നുള്ളൊരു വാക്കാണ് പിന്നെ നമ്മളുടെ മുമ്പിൽ നിലവിലുള്ളത്. പിന്നെ അപ്പോ ഇതൊരു യാഥാർത്ഥ്യമായും അതൊരു ലീഗൽ ഫ്രെയിമിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു ഇല്ലിസിറ്റ് ആയിട്ടോ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പൊതുവിൽ നമുക്ക് കാണാൻ അതിന് കഴിയില്ല. കാരണം അതിനൊരു ലീഗൽ സാങ്ക്ടിറ്റി അത് സംബന്ധിച്ചുള്ളത് കൊണ്ട്. പിന്നെ മാത്രമല്ല, ഇതിനോടൊപ്പം ഈ ആരോഗ്യ മേഖലയെ മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ അർത്ഥത്തിൽ എന്താണ് കോർപ്പറേറ്റൈസേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. പിന്നെ പൊതുവില് ഈ കോർപ്പറേറ്റ് നമ്മൾ യഥാർത്ഥത്തിലൊരു ഈ ഫോംസ് ഓഫ് ബിസിനസ് എന്ന നിലയിൽ എങ്ങനെ ഒരു ബിസിനസ് ഒരു സംരംഭം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ട് നമ്മൾ
സാധാരണഗതിയിൽ പല രീതികളുണ്ട്. ഒന്ന് സോൾവ് അതിന്റെ ഈ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും, എങ്ങനെ സംഘടിപ്പിക്കണം. എനിക്കൊണ്ട് നമുക്കിതെല്ലാം അറിയാന്നുള്ളതാണ്, പക്ഷെ എങ്കിൽ ഞാനൊന്ന് എന്റെ പൊസിഷൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, വ്യക്തി തന്നെ എല്ലാ തരത്തിലുള്ള ഒരു വ്യവസായത്തിന്, ഒരു ബിസിനസിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ആശുപത്രികൾ ഏറ്റവും, അല്ലെങ്കിൽ മുൻപല്ല, ഏറ്റവും കൂടുതൽ ആശുപത്രികള് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നത് ഈ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന കാറ്റഗറിയിലാണ്. കാരണം കേരളത്തിലെ ഗവൺമെന്റ് ഓരോ വർഷം, ഒരു 5-6 വർഷം കൂടുമ്പോൾ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികളുടെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെൻസസ് എടുക്കാറുണ്ട്. പൂർണ്ണമല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആണ് ഈ ഡേറ്റ നമ്മളെ മുമ്പിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോ അതിനകത്ത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് കേരളത്തിൽ ഏകദേശം 10 വർഷം മുമ്പ് നടത്തിയ സർവേ. അതിനുശേഷം ഇപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ളത് 2020 ആണ്. അടുത്ത സർവേ നമുക്കിപ്പോ ലഭ്യമായ ഏറ്റവും പുതിയതായിട്ടുള്ളത് ഈ പ്രൈവറ്റ് ആശുപത്രികളുടെ സെൻസസ് സംബന്ധിച്ചിട്ട്. അപ്പൊ അതിനകത്ത് ഏകദേശം മുമ്പ് 10,000-ഓളം ആശുപത്രികളും സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ്. അതിന്റെ പ്രത്യേകത ചെറുകിടമായിരിക്കും, സ്മോൾ സ്കെയിൽ, ഒരു കൂടുതലും 30 ബെഡിന് താഴെയുള്ള ആശുപത്രികളായിട്ട്. കാരണം വ്യക്തിയാണ് അവർ സംഘടിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കൂടുതലും അത് ഓൺ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഓൺഡ് അല്ലെങ്കിൽ ഹെൽത്ത് ക്ലിനിക്സ് എന്നോ അല്ലെങ്കിൽ OP/IP സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. ഒരു പക്ഷേ കേരള ആരോഗ്യ മാതൃക ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും യഥാർത്ഥത്തിൽ ഈ ഒരു ചെറുകിട ആശുപത്രികളായിരുന്നു എന്ന്, ചെറുകിട മധ്യനിരയിലുള്ള ആശുപത്രികളായിരുന്നു എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റിന് കുറെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടെങ്കിലും അതിൽ ഒരുപക്ഷെ ചികിത്സയ്ക്ക് എന്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഫീസ് മാത്രം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വിശദീകരണമായിട്ട് പലപ്പോഴും നമ്മളത് പറയാറുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലോട്ട് പിന്നെ കിടക്കാം. രണ്ടാമതുള്ളത് നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പുകളാണ്. കാരണം അവിടെ റിസ്ക് കുറെ കൂടെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എങ്കിലും വ്യക്തി കേന്ദ്രീകൃതമാണ് പാർട്ട്ണർഷിപ്പുകൾ. പാർട്ട്ണർഷിപ്പാണ് അടുത്ത പ്രധാനപ്പെട്ട ഈ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ആശുപത്രികൾ ഉൾപ്പെടെ. ഡോക്ടർമാർ കുറച്ചു പേര് ചേർന്ന് കേരളത്തിൽ ഒരുപാട് ആശുപത്രികൾ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരോഗ്യരംഗത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു, സ്വകാര്യ മേഖലയിൽ. പിന്നെ മൂന്നാമതുള്ളത് പ്രൈവറ്റ് കമ്പനീസ് എന്നുള്ളതാണ്. ആ രീതിയിലും കുറച്ച് ആശുപത്രികൾ മുമ്പുണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ കോർപ്പറേറ്റ് നമ്മൾ പൊതുവിൽ വിളിക്കുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുണ്ട്, പ്രത്യേകിച്ചും 80കളിൽ തുടങ്ങി 90കളിൽ അതിന്റെ വേഗത കൂടി. അത് 2000, 2010 അതിനുശേഷം വലിയ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കോർപ്പറേറ്റ് ആരോഗ്യ മേഖലയിലുള്ള കടന്നുവരവ്. ഞാൻ ഇതിനകത്തൊരു ഹെൽത്ത് സെക്ടറിന്റെ മൊത്തത്തിൽ പറയാം, അതിനു മുമ്പ് തന്നെ ഞാനതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരം, ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡേറ്റ സെറ്റ് പ്രകാരം 2010 കാലഘട്ടങ്ങളിൽ 110 കോർപ്പറേറ്റ് ആശുപത്രിയാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 2020 ആയപ്പോൾ ഏകദേശം 410 ആശുപത്രി ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോ അത് വലിയ വർധനമാണ്. കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഒരു പ്രത്യേകത നമുക്ക് സൂചിപ്പിച്ച പോലെ ഈ ഉയർന്ന ക്യാപിറ്റൽ ആണ് തരത്തിൽ ഇവിടുത്തെ ഏറ്റവും അതിന്റെ സെൻട്രൽ പോയിന്റ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. പിന്നെ കൂടുതലും ഈ ഒന്നുകിൽ ചെറിയ ആശുപത്രികളെ വാങ്ങുക, അല്ലെങ്കിൽ ഈവൻ മിഡിൽ സൈസ്ഡ് ഹോസ്പിറ്റൽസിനെ വലിയ രീതിയിൽ വാങ്ങുക, അതല്ലെങ്കിൽ സ്വയമേവ തന്നെ വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തി പുതിയ ആശുപത്രികളായിട്ട് വരിക. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് പൊതുവില് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഇനി കൂടാതെ തന്നെ പിന്നെ മാത്രമല്ല, ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത, മറ്റ് സ്ഥാപനങ്ങൾക്കൊന്നും ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് ഇല്ല. അപ്പൊ ഒരു വ്യക്തിയാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഇതിനൊരു തുടർച്ച ഉണ്ടാവും. അതിനകത്തുള്ള ഓണേഴ്സ് എന്നൊരു സംവിധാനം അവിടെ വലിയ രീതിയിൽ ഇല്ല. അവരെല്ലാവരും മരണപ്പെട്ടാൽ പോലും
തരത്തിൽ ഈ സംവിധാനം മുന്നോട്ട് പോകും. സോ ഒരു പേഴ്സണൽ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു ഇംപേഴ്സണൽ സംവിധാനത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷണൽ പോയിന്റ്, ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവില് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പ്രത്യേകത. ഇനി നമ്മൾ കോർപ്പറേറ്റ് പിന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു തുടർന്നുള്ള ചർച്ചയിലൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ടേക്കപ്പ് ചെയ്യാനാണ് കരുതുന്നത്. അപ്പോ ആരോഗ്യ മേഖല യഥാർത്ഥത്തില് സ്വകാര്യവൽക്കരണം ഇപ്പോഴല്ല, ഈ ഇന്ത്യൻ ആരോഗ്യ മേഖല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പോ അതിന് ഒരുപാട് എവിഡൻസ് ഉണ്ട്, നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ എത്രമാത്രം ഞാൻ ഒരുപക്ഷെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, പക്ഷെ എങ്കിലും ചില കാര്യങ്ങൾ ഒരുപക്ഷെ ആവർത്തിക്കേണ്ടി വരുമായിരിക്കാം. അപ്പോ പിന്നെ ആരോഗ്യ മേഖല നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 5-6 സബ് മാർക്കറ്റുകളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അത് ഈ മാനവ വിഭവങ്ങൾ, ഹ്യൂമൻ റിസോഴ്സ് മേഖല എടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ കോളേജസ് ഇന്ത്യയിലുണ്ട്. സോ അതുപോലെ തന്നെ നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ ഒരു വലിയ ശതമാനവും സ്വകാര്യ മേഖലയിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് പാരാമെഡിക്കൽ, മറ്റ് ആക്സിലറി മറ്റ് വരുന്ന എല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിന്റെ ഒരു പ്രധാനപ്പെട്ട സബ് മാർക്കറ്റ്, ഹെൽത്ത് സെക്ടറിന്റെ, അല്ലെങ്കിൽ നമ്മൾ ബ്രോഡ്ലി ഹെൽത്ത് എക്കോണമി എന്ന് വിളിക്കും, ആരോഗ്യ സമ്പദ് വ്യവസ്ഥ, അതിലൊരു വലിയ ശതമാനവും സ്വകാര്യ. അപ്പൊ അതിന് ഒരു കോമ്പണന്റ് ആയിട്ടുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് മേഖല വലിയ രീതിയിൽ സ്വകാര്യവൽക്കരണം അതിനകത്ത് നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന് കീഴിലാണ്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അത് മുമ്പ് മുതൽ തന്നെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ സ്വകാര്യവൽക്കരണം എംബ്രേസ് ചെയ്യപ്പെട്ട മേഖലയാണ്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തി. പിന്നെ മൂന്നാമത് ഈ മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി, അതും നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഫാർമസ്യൂട്ടിക്കൽസിലും മറ്റുള്ള എല്ലാം ചെറിയൊരു ശതമാനം പൊതു മേഖലയ്ക്കുള്ള പങ്കൊഴിച്ച് നിർത്തിയാൽ ലാഭം മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള പിന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് ഈ ആദ്യം പറഞ്ഞ മെഡിക്കൽ ഡിവൈസ് ആണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിലും മറ്റുള്ളത്. നാലാമത് ഇന്ത്യയുടെ 90ക്ക് ശേഷം പ്രത്യേകിച്ചും ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി അതിന്റെ ഭാഗമായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് നമ്മുടെ പുതിയ സാമ്പത്തിക നയം ഇപ്പം ഏകദേശം 35 വർഷത്തോളമായി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം വലിയ രീതിയിൽ അനുവദിക്കുന്നതിന്റെ ഭാഗം കൂടെ ആയിട്ട് നമ്മുടെ ഹെൽത്ത് ഫിനാൻസിങ് എന്ന സബ് സെക്ടറിലും, ഹെൽത്ത് സെക്ടറിന്റെ വലിയ രീതിയിൽ ഇൻഷുറൻസ് കമ്പനികൾ, ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളും ഒപ്പം തന്നെ വിദേശ ഇൻഷുറൻസ് കമ്പനികളും. അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ത്യയിൽ മാത്രം കണ്ട ഒരു നയം വ്യതിചലനമല്ല, ആഗോളതലത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. 1983 അല്ലെങ്കിൽ 1983 അൽമാ-അട്ട ഡിക്ലറേഷന് ശേഷം വന്നിട്ടുള്ള നയങ്ങളിലെല്ലാം ഹെൽത്ത് ഫോർ ഓൾ എന്നാണ് WHO ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എന്നാൽ 90ക്ക് ശേഷം WHO ഉൾപ്പെടെ അതിന്റെ 2000 റിപ്പോർട്ടിൽ ഹെൽത്ത് സിസ്റ്റം പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇംപ്രൂവിംഗ് ഹെൽത്ത് സിസ്റ്റം പെർഫോമൻസ് എന്ന് ടൈറ്റിൽ ചെയ്ത റിപ്പോർട്ടിനകത്ത് അവരിതാ എല്ലാവർക്കും ആരോഗ്യം എന്നൊരു സങ്കല്പത്തെ ഒരു പരിധിവരെ, കാരണം അത് പ്രാക്ടിക്കൽ അല്ല എന്നൊരു തിരിച്ചറിവിലോട്ട് അവരെത്തി. അതിന് ഒരുപാട് വിമർശനങ്ങൾ ലോകാരോഗ്യ സംഘടന നേരിട്ടിട്ടുണ്ട്. ഹെൽത്ത് ഫോർ ഓൾ എന്ന നിലയിൽ നിന്നും ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നുള്ള, അല്ലെങ്കിൽ സെലക്റ്റീവ് ഹെൽത്ത് കെയർ കവറേജ് ഫോർ ഓൾ ഫോർ സം ആൻഡ് സം ഫോർ ഓൾ എന്നുള്ള രീതിയിൽ അതിന്റെ ഭാഗമായിട്ടാണ് വളരെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുക, കുറച്ച് സേവനങ്ങൾ എല്ലാവർക്കും, ബേസിക് ഇമ്മ്യൂണൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരിലും എത്തിക്കുക. എന്നാൽ എല്ലാ ചികിത്സയും അത് കുറച്ചു പേർക്ക് മാത്രം മതി, അത് വരുമാനത്തിന്റെയോ മറ്റെന്തെങ്കിലും അടിസ്ഥാനത്തിൽ നിങ്ങൾ നിജപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ഹെൽത്ത്. പക്ഷെ ഈവൻ തന്നെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നൊരു സങ്കല്പം നമ്മുടെ ഈ ഒരു ആരോഗ്യ മേഖലയുടെ ഈ സാമ്പത്തിക രംഗം എങ്ങനെ സംഘടിപ്പിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ട് എല്ലാ കാലത്തും നമ്മൾ പിന്നെ പ്രത്യേകിച്ചും ലോകാരോഗ്യ സംഘടന പോലെ എല്ലാ മനുഷ്യരിലേക്കും ഏറ്റവും മികച്ച ആരോഗ്യം എത്തണമെന്ന് ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ചുരുക്കി എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളപ്പോൾ കാണുന്നത്. പക്ഷെ ഈവൻ ദെൻ ഒരു ചോദ്യം എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഇൻഷുറൻസ് വഴി, കാരണം വേൾഡ് ബാങ്കിന്റെ 1993
ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് എന്നൊരു റിപ്പോർട്ടിലൂടെ യഥാർത്ഥത്തിൽ അവർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഈ മിക്കവാറും എല്ലാ വികസ്വര രാഷ്ട്രങ്ങളിലും ഈ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ നടപ്പിലാക്കിയ എല്ലാ രാജ്യങ്ങളിലും യഥാർത്ഥത്തിൽ അതൊരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ച ഒരു ടെക്സ്റ്റ് ബുക്ക് ഡോക്യുമെന്റ് ആയി മാറിയ ഒരെണ്ണമാണ്. അത് പിന്നെ കേരളത്തിൽ ഒരു പരിസരം മുമ്പ് നടപ്പാക്കാൻ ശ്രമിച്ചു, പക്ഷെ വലിയ രീതിയിൽ അത് നടപ്പിലായില്ല. കാരണം ആൾറെഡി വലിയ രീതിയിൽ തന്നെ ഇവിടെ ഒരു സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആരോഗ്യരംഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഞാൻ ഈ സ്വകാര്യം എന്ന് ഒരു നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്, കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പരിച്ഛേദം എന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളൊരു കൊണേറ്റേഷനിലല്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ഇനി കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, പക്ഷെങ്കിലും പരമാവധി ഒബ്ജക്റ്റീവ് ആവാൻ ശ്രമിക്കാം ഈ ഘട്ടത്തിൽ. അപ്പോ ഈ ലോകബാങ്ക് അങ്ങനെ ഈ ഒരു പിന്നെ ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് എന്ന റിപ്പോർട്ടിലൂടെ പ്രത്യേകിച്ചും ദരിദ്ര രാഷ്ട്രങ്ങൾക്കും മൂന്നാം ലോക രാജ്യങ്ങൾക്കെല്ലാം ഗ്ലോബൽ സൗത്തിന് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ ശ്രമം. മാത്രമല്ല ഈവൻ പൊതുമേഖലയിൽ ഉൾപ്പെടെ അവിടുത്തെ സമ്പദ് ഘടന, പൊതു ആശുപത്രികളുടെ രീതി പോലും മാറ്റണം എന്നുള്ളത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ യൂസർ ഫീസ് പൊതു ആശുപത്രികളിൽ വലിയ രീതിയിൽ വേണമെന്ന് തരത്തിൽ അവർ ആവശ്യപ്പെട്ടത്. അത് 86 മുതലേ ഉണ്ട്. കാരണം ചില സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം മികച്ച രീതിയിൽ വിജയിച്ചൊരു കാര്യമാണ് പിന്നെ പൊതുമേഖലയിൽ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം. അപ്പൊ അത് ഈ കോസ്റ്റ് റിക്കവർ ചെയ്യണം എന്നുള്ളൊരു സങ്കല്പം. അങ്ങനെയാണ് അത് പിന്നെ ഇന്ത്യയിലും അവർ ഒരു പരിധിവരെ കുറെ കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഇന്ത്യ ആൾറെഡി തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കപ്പെട്ടത് കാരണം ഇനിയും എന്തെന്നുള്ളൊരു ചോദ്യം മാത്രം, കാരണം ചെയ്യാൻ ബാക്കി ഇനിയും വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ അതിൽ വലിയ രീതിയിൽ നടപ്പിലാക്കാത്തത്. പക്ഷെ എങ്കിലും പ്രധാനമായിട്ടും കുറെ ഈ കോർപ്പറേറ്റൈസേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് 80കളിലൊക്കെ പുതിയ നവ പൊതുരംഗത്തെ ഒരു മാനേജ്മെന്റ്, ന്യൂ പബ്ലിക് മാനേജ്മെന്റ് തിയറിന്റെ ഭാഗമായിട്ട് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറെ ഈ സംഘടനാപരമായിട്ട് ഒരു ബിസിനസ് എങ്ങനെ സംഘടിപ്പിക്കണം എന്നുള്ള, അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പ്രധാനമായിട്ടും ഈ കോർപ്പറേറ്റൈസേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം വെക്കുന്ന അതിന് 3-4 എസെൻഷ്യൽ കോമ്പണന്റുകളുണ്ട്. പിന്നെ അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന്, ആരോഗ്യ മേഖല പ്രത്യേകിച്ചും ഇന്ത്യൻ ആരോഗ്യ മേഖല പ്രധാനമായിട്ടും ഒരു ഡോക്ടർമാരായിരുന്നു മിക്കവാറും ആശുപത്രികളുടെയൊക്കെ നേതൃസ്ഥാനത്തുള്ള. അവിടെ നിന്ന് മാറി ഇതിനൊരു വ്യവസായം ആയിട്ട് കണ്ടും ഒരുപാട് മറ്റ് നിക്ഷേപകർ എല്ലാവർക്കും നിക്ഷേപിക്കാൻ കഴിയുന്നൊരു സംവിധാനം എന്നുള്ള രീതിയിലോട്ട്, അല്ലെങ്കിൽ ലാഭത്തിന്റെ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയായിട്ട് യഥാർത്ഥത്തിൽ കണ്ടു എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നയമാറ്റത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ റാഡിക്കൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിന്നെ നിങ്ങൾ കേരളത്തിലെ തന്നെ ഉൾപ്പെടെ തന്നെ പല ആശുപത്രികളിലും നിങ്ങൾ അവിടുത്തെ ഇന്റേണൽ സ്റ്റാഫുമായിട്ട് യഥാർത്ഥത്തിൽ സംസാരിച്ചാൽ അവർ ആശുപത്രി എന്നൊരു വാക്കല്ല അവർ പറയുന്നത്, ഒരു കമ്പനി എന്ന് മാത്രമേ അവർ ബേസിക്കലി ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ കുറിച്ച് പറയാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് യഥാർത്ഥത്തിൽ കുറേയേറെ എല്ലാ മേഖലകളിലെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ എത്തിക്കൽ കൺസ്ട്രക്റ്റ്, അതുപോലെ സോളിഡാരിറ്റി, ഇക്വിറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ചരിത്രപരമായിട്ട് തന്നെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. അത് വീണ്ടും വീണ്ടും യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള പിന്നെ ചർച്ചകളിലും നയങ്ങളിലെല്ലാം അത് ആവർത്തിക്കപ്പെടുന്നതാണ്. അത് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഓരോ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ്. അപ്പോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കോർപ്പറേറ്റൈസേഷന്റെ ചില പ്രധാനപ്പെട്ട പ്രത്യേകത, ഒന്ന് എല്ലാം മൊണോപ്പൊളൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് അഡോപ്റ്റ് ചെയ്യുന്ന രീതികൾ നമ്മൾക്കറിയാം. മറ്റ് ചെറിയ ആശുപത്രികളെയോ സംവിധാനങ്ങളോ ഉൾപ്പെടെ എല്ലാം അത് ടേക്ക് ഓവർ ചെയ്യുന്നു. പിന്നെ രണ്ടാമത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്താൻ ശ്രമിക്കുന്നു. പിന്നെ ചെറിയ ആശുപത്രികളെയോ മറ്റ് സംവിധാനങ്ങളോ ഉൾപ്പെടെ
അവരുടെ ഫീഡർ ആശുപത്രി അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് റെഗുലറായിട്ട് പേഷ്യന്റ് ഫ്ലോ ഒരിക്കലും കുറയാതെ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ രോഗിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പേഷ്യന്റ് ബൈസ്റ്റാൻഡറെ സംബന്ധിച്ചോ ഏറ്റവും ഈ രോഗം എന്നുള്ളത് ഒരു പെയിൻ എന്നുള്ള സംവിധാനത്തിൽ മാറി ഒരു പ്ലഷറബിൾ വെക്കേഷൻ അല്ലെങ്കിൽ എൻജോയബിൾ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറ്റണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് ഓഫ് കോഴ്സ് അത് പിന്നെ ഒരുപാട് പേര് അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഏറ്റവും ഉയർന്ന അവിടുത്തെ ക്യാൻറ്റീൻ ഉൾപ്പെടെ ഫോർ എക്സാമ്പിൾ കോസ്റ്റ കോഫി ഇങ്ങനെയൊക്കെയുള്ള മൾട്ടിനാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഉൾപ്പെടെ റൺ ചെയ്യുന്ന കാറ്ററിംഗ് പിന്നെ അത്തരത്തിലുള്ള പിന്നെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ ആശുപത്രികളുടെ പിന്നെ മുറികളെല്ലാം മുമ്പ് ഈ പറഞ്ഞ പോലെ രോഗിക്ക് വേണ്ടി മാത്രം എന്നുള്ളത് മാറിയിട്ട് രോഗിക്കും അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 5 സ്റ്റാർ അമ്യൂണിറ്റീസ് എല്ലാം ഉള്ള സംവിധാനങ്ങളായിട്ട് യഥാർത്ഥത്തിൽ മാറി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പേഷ്യന്റിനെ പ്രത്യേകിച്ചും അതിസമ്പന്നരായിട്ടുള്ള പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളിലോട്ട് വലിയ രീതിയിൽ മാറി. അതുകൊണ്ട് തന്നെ കുറേയേറെ അപ്പർ മിഡിൽ ക്ലാസ്സും സൂപ്പർ റിച്ചിൽ നിന്നെല്ലാം ഒരുപാട് പിന്തുണ ഈ കോർപ്പറേറ്റൈസേഷന് ഒരർത്ഥത്തിൽ കിട്ടുന്നു. അതാണ് ഈ ഇവിടുത്തെ ഒരു ഡയമെൻഷൻ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ എക്കോണമി. പക്ഷെ എന്നാൽ അത് മാത്രം കൊണ്ട് പിന്നെ ഒരിക്കലും അതായത് സ്വന്തം വരുമാനം ഡോക്ടർ ഗോഡ്വിൻ, എക്സ്ക്യൂസ് മീ, പ്ലീസ് വീഡിയോ ഒന്ന് ടേൺ ഓഫ് ചെയ്താലേ ഓഡിയോ റിസപ്ഷൻ കുറച്ചുകൂടി കൂടും എന്ന് ഉള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഓ ശരി ശരി ശരി. അപ്പോ ഇത് പിന്നെ ക്ലിയർ അല്ലായിരുന്നോ? സംവാട്ട് ക്ലിയർ ആണ്, പക്ഷെ റെക്കോർഡിംഗ് നടക്കുന്നത് കൊണ്ടേ. ഓക്കെ ഓക്കെ ശരി ശരി ആയിക്കോട്ടെ. രാജുവിന്റെ ഒരു കമന്റ് ഉണ്ട് അതിൽ, അതാണ്. ഓക്കെ 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 താങ്ക് യു. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു നിർത്തി. എനിക്ക് എത്ര സമയം ഉള്ളത്? ഇപ്പോ 7:25 അല്ലേ? ഞാനൊരു 10 മിനിറ്റ് കൂടെ എടുക്കാം എന്ന് കരുതുന്നു അല്ലേ? 8:30 വരെയാണ് സമയം. അതിൽ രണ്ടുപേരാണല്ലോ സംസാരിക്കാനുള്ളത്, അപ്പൊ അതിനനുസരിച്ച് സംസാരിച്ചോളൂ. ഓക്കെ. ഞാൻ എന്തായാലും 10 മിനിറ്റ് അവസാനിപ്പിക്കാം. അപ്പൊ അതിനുശേഷം ഹരിക്കുറുപ്പ് മാഷ് അവസാനിക്കുകയാണ്. 8 മുതൽ 8:30 വരെ നമുക്ക് ചർച്ചയ്ക്കായിട്ട് മാറ്റി വയ്ക്കാൻ കഴിയുമെന്ന് എന്റെ പ്രതീക്ഷ. ഓക്കെ. അപ്പോൾ കേരളത്തിലും ഈ ഒരു മാറ്റം പ്രധാനമായിട്ടും നമ്മൾ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിൽ കാണുന്നുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പൊതുവിൽ കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നിർത്തി നേരത്തെ പറഞ്ഞ് തുടരാൻ വന്ന വിഷയം ഇതായിരുന്നു. എത്ര സമ്പന്നരാണെങ്കിലും അവരെ മാത്രം വെച്ചുകൊണ്ട് തരത്തിൽ കോർപ്പറേറ്റ് ആശുപത്രി സംവിധാനത്തിന് മെഡിക്കൽ കെയറിന് ഈ ആശുപത്രി ഒരു സെൽഫ് സസ്റ്റൈനിങ് മോഡലോട്ട് തരത്തിൽ അവർക്ക് പോകാൻ കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഈ വലിയ രീതിയിലുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ആയിട്ടുള്ള ടൈപ്പ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കുന്നത്, കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ശരാശരി ഇന്ത്യയിലെ ഒരു ആശുപത്രിയുടെ ഏകദേശം 50 മുതൽ 60% വരുമാനം ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വരുന്നത് ഇൻഷുറൻസ് കമ്പനികളിലൂടെയാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് കാരണം ഇൻഷുറൻസും ആശുപത്രിയും തമ്മിലുള്ളൊരു അവിടെ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത, ഇത്തരം ആശുപത്രികളിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തി എന്നൊരു പിന്നെ വിഷയം അവിടെ പ്രസക്തമല്ലാതായി മാറുകയും ഇംപേഴ്സണൽ അപ്രോച്ചാണ് പ്രൈമറിലി ഫോളോ. അതുകൊണ്ട് തന്നെ ഒരു പൊതുവിൽ ഡോക്ടർമാർ മെഡിസിൻ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ രോഗിയുടെ സാമ്പത്തിക അവസ്ഥ പൊതുവിൽ നോക്കാറുണ്ട്. കാരണം ഈ ചെലവ് പിന്നെ വരുമാനം കുറഞ്ഞവർക്ക് ഇത് കുഴപ്പമില്ല, എഫക്റ്റീവ് ആണെന്ന രീതിയിൽ ഡോക്ടർമാർ പൊതുവിലൊരു കാഴ്ചപ്പാട് എടുക്കാറുണ്ട്. പക്ഷെ ഇൻഷുർഡ് ആണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിഗണന യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമില്ലാതിരിക്കുന്നു. ഏറ്റവും കാരണം ആശുപത്രിയുടെ വരുമാനവും ഡോക്ടറുടെ വരുമാനവും ഒക്കെ എത്രമാത്രം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കുന്നു. മാത്രമല്ല അപ്പോൾ ഇവിടെ വ്യക്തി ഇൻഡിവിജ്വൽ ആൾറെഡി ഒരു പ്രീപെയ്ഡ് ഇൻഷുറൻസ് സ്കീം ആൾറെഡി എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മനസാക്ഷി കുത്തുന്ന നമ്മൾ പൊതുവിൽ പറയുന്ന സംവിധാനത്തിന് അല്ലെങ്കിൽ വ്യക്തിയുടെ സാഹചര്യം പരിഗണിക്കണം എന്നുള്ള വിഷയം അവിടെ ഇല്ലാതാവുക. പക്ഷെ എന്നാലും അവിടെയും അവസാനിക്കുന്നില്ല. ഈ ഒരു കോർപ്പറേറ്റൈസേഷൻ യഥാർത്ഥത്തിൽ ഡോക്ടർമാരിലും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് പ്രഷർ കുറച്ചു പേർക്ക് യഥാർത്ഥത്തിൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം പിന്നെ സർക്കാർ ഒരുപക്ഷെ ഓഫർ ചെയ്യുന്ന ശമ്പളത്തെക്കാളും അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ശമ്പളത്തിന്റെ പല മടങ്ങ് യഥാർത്ഥത്തിൽ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നു. പക്ഷെ എന്നാൽ ഈ ഒരു
കോസ്റ്റ് പിന്നെ ഉയർന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അതുപോലെ മറ്റ് ബെറ്റർ ആക്സസ് ടു ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഏറ്റവും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി ഡയഗ്നോസ്റ്റിക്സിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നു. പിന്നെ അതുപോലെ പൊതുവിൽ നമ്മൾ പറയാറുള്ള പോലെ ഈ അമേരിക്കയിൽ ലഭ്യമാവുന്ന അത്രയും ചില മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. അങ്ങനെ ഒരു കോർപ്പറേറ്റ് ഇൻഷുറൻസ് രീതിയിൽ നയിക്കപ്പെടുന്ന ആരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ ലഭിക്കുന്ന ചികിത്സ അതിന്റെ ഒരു ചെറിയ ശതമാനം എമൗണ്ടിൽ തന്നെ രാജ്യത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ഒരു വലിയ ശതമാനം ഈ അതിസമ്പന്നർക്കും അത് അട്രാക്റ്റീവ് ആയിട്ടൊക്കെ തോന്നാറുണ്ട്. അത് മറ്റ് വിദേശ വരുമാനം, വിദേശ നാണയം നേടുന്നതിനുള്ള ഒരു രീതിയായിട്ട് ഇവിടുത്തെ സർക്കാരുകൾ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ പക്ഷെ എന്നാൽ ഇത് ഡോക്ടർ പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു 50-60% ഒരു ആശുപത്രിയുടെ വരുമാനം ഇൻഷുറൻസ്, ബാക്കി വരുമാനം കണ്ടെത്തേണ്ടത് അത് ഡോക്ടറുടെ ഉത്തരവാദിത്വമായിട്ട് പ്രൈമറിലി മാറും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നെ ഈ സിസ്റ്റത്തിനകത്ത് ഒരു ഈ പിന്നെ ഈ ആശുപത്രിയും ഡോക്ടറും അതുപോലെ തന്നെ പേഷ്യന്റും ഈ ഒരു പൊതു ജനം എന്ന് നമ്മൾ കരുതുന്നവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻക്രീസിങ് മെഡിക്കൽ ഇന്റൻസിറ്റി എന്നല്ലെങ്കിൽ പിന്നെ ഓവർ സപ്ലൈ ഓഫ് മെഡിക്കൽ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ബാധകമായിട്ടും വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ പേഷ്യന്റിന്റെ പലപ്പോഴും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പിന്നെ ക്ലിനിക്കൽ ജസ്റ്റിഫിക്കേഷനേക്കാൾ ഉപരി ഡോക്ടർ യഥാർത്ഥത്തില് പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ മുമ്പ് എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് ഒരു ഈ പ്രിൻസിപ്പൽ ഏജൻസി പെർഫെക്ഷൻ എന്നൊരു തിയറി ഉണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ. അതിന് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ മാത്രമല്ല പൊതുവിൽ എല്ലാ നമുക്ക് പല പ്രൊഫഷണൽസിന്റെ മേഖലയിൽ യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു തിയറിയാണ്. വളരെ ലളിതമാണ്. പിന്നെ ഒരു പേഷ്യന്റ് ഏജന്റ് ആണ്, സോറി പ്രിൻസിപ്പലാണ്. കാരണം അതിനു ചുറ്റുമാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഡോക്ടർ അവിടുത്തെ ഒരു പേഷ്യന്റിന് വേണ്ടി പേഷ്യന്റിന് ഡോക്ടറുടെ അത്രയും ഇൻഫർമേഷൻ ആ അറിവില്ലാത്തത് കാരണം തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഡോക്ടറെ ഏൽപ്പിക്കുന്നു. പക്ഷെ അവിടെ പിന്നെ അങ്ങനെ അവരുടെ രണ്ടുപേരെ താല്പര്യങ്ങളും ഒരേപോലെ ആയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ് ഈ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ പലപ്പോഴും ഡോക്ടർ എന്നൊരു വ്യക്തി ഈ പറഞ്ഞ പോലെ പേഷ്യന്റിന്റെ മാത്രം ഏജന്റ് ആവാനേ പെർഫെക്റ്റ് പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പിൽ പാടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആശുപത്രിയും ഡോക്ടറുടെ ഒരു ഏജന്റായി മാറുന്നു. പിന്നെ പേഷ്യന്റ് മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനി അവിടെ ഒരു പക്ഷെ കടന്നു വരുന്നു, മരുന്ന് കമ്പനി കടന്നു വരുന്നു, ഡയഗ്നോസ്റ്റിക് ഫേം, അതുപോലെ മറ്റു പല പരിഗണനകളും രോഗിയുടെ ആരോഗ്യം എന്നുള്ളതിനേക്കാളുപരി മറ്റു പല പരിഗണനകളും വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഇംപെർഫെക്ഷൻ വരികയും ആ ഇംപെർഫെക്ഷൻ മെഡിക്കൽ രംഗത്തെ ഏറ്റവും ഒരു മിസ്ട്രസ്റ്റിന് നിലവിൽ വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്, ഏകദേശം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട പഠനങ്ങളെല്ലാം ഈ ഓവർ സപ്ലൈ ഓഫ് കെയർ അത് ഏറ്റവും കൂടുതൽ ഉള്ളത് സ്വകാര്യ ആശുപത്രികളിലാണെന്നും അത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം കോർപ്പറേറ്റ് ആശുപത്രികളിലാണെന്നുള്ളതും അത് ചികിത്സയെ വലിയ രീതിയിൽ ചികിത്സാ ചെലവ് വലിയ രീതിയിൽ കൂട്ടുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ ഈ കുറെ വർഷം കൊണ്ട് കേരളത്തിലും ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരുപക്ഷെ നമ്മൾ പലതും നമ്പർ 1 എന്നൊക്കെ ചില കാര്യങ്ങളിലൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചികിത്സാ ചെലവിന്റെ കാര്യത്തിനകത്ത് മുമ്പ് സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും തമ്മിലുള്ള ചെലവിന്റെ അന്തരം യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ പെട്ടതായിരുന്നു കേരളം. അതിന് പ്രധാനമായിട്ടും TN കൃഷ്ണനെ പോലുള്ളവർ മുമ്പ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ മുമ്പ് കളക്ട് ചെയ്ത ഡേറ്റയൊക്കെ വെച്ചിട്ട് അവർ പഠിച്ചപ്പോ അതിന് പ്രധാനമായിട്ട് റീസൺ ആയിട്ട് അവർ കണ്ടെത്തിയത് ഒരു മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സ്വകാര്യ ആശുപത്രികൾക്ക് മികച്ച വളരെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നേരിടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
ഈ കോമ്പറ്റീഷനിൽ പിന്നെ കേരളത്തിന്റെ കേസിൽ 2 കോമ്പറ്റീഷൻ ഉണ്ട്. ഒന്ന് ക്വാളിറ്റി കോമ്പറ്റീഷൻ ഉണ്ട്, 2 ഈ പ്രൈസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പൊതു ആ, ഈ ചികിത്സാ ചെലവ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞിരുന്ന, ഈവൻ സ്വകാര്യ മേഖലകൾ ഉൾപ്പെടെ കുറഞ്ഞിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അത്. ഇന്ന് അതിൽ അത് വലിയ രീതിയിൽ അത് മാറുന്നുണ്ട്, മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഈ പെർ ക്യാപിറ്റ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതൽ ഈ ഇത്രമാത്രം ഇൻഷുറൻസ് എല്ലാം പരിരക്ഷയൊക്കെ ഉണ്ടായിട്ടും ചികിത്സാ ചെലവ് വലിയ രീതിയിൽ കൂടുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സെന്റൻസ് കൂടെ ഇതിലോടൊപ്പം പിന്നെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏകദേശം 36% പിന്നെ കാരണം നേരത്തെ ഒരിടത്ത് സൂചിപ്പിച്ചു ഈ ആരോഗ്യ പിന്നെ പ്രത്യേകിച്ചും വോളണ്ടറി ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മൾ കാണുന്ന പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് നിങ്ങൾ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നേടുമോ എന്നുള്ള ചോദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഇത് സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷെ എങ്കിലും അതിനുള്ളൊരു അല്ല എന്നുള്ളൊരു ഉത്തരം തുടക്കത്തിൽ തന്നെ പറയാൻ പറ്റും. കാരണം കേരളത്തിൽ ഏകദേശം 36% മനുഷ്യർക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ അവരുടെ വെറും 4% താഴെ ചികിത്സാ ചെലവ് മാത്രമേ ഇൻഷുറൻസിലൂടെ മീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മളെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ നിസ്സംശയം ഒരു പ്രൈമ ഫേസി നമുക്ക് പറയാൻ യഥാർത്ഥത്തിൽ പറ്റും, ഇൻഷുറൻസ് വെച്ചിട്ട് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആരോഗ്യ മേഖല ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതിന് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പ്രത്യേകിച്ചും പ്രീ പേയ്മെന്റ്, ഈ വോളണ്ടറി ഇൻഷുറൻസ്, അത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ചികിത്സാ ചെലവ് വലിയ രീതിയിൽ കാരണം US ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പൊതുവിൽ നമ്മളെ നാട്ടിൽ പലരും വലിയ മികച്ചതാണെന്ന് പറയുകയാണെങ്കിലും ഒരു ആരോഗ്യ സംവിധാനത്തെ പൊതു ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ ഏറ്റവും മോശം ആരോഗ്യ സംവിധാനം എന്നുള്ളതായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാറുള്ളത്. കാരണം ഏറ്റവും ഇനഫിഷ്യന്റ് ആണ്. ഇനഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നെ അവരുടെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ ഏകദേശം 18%-ലധികം അവര് ഈ മേഖലയിലോട്ട് മാറ്റി വെച്ചിട്ടും യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുന്ന ഹെൽത്ത് ഔട്ട്കംസ് പിന്നെ മറ്റ് അതിനേക്കാളും കുറവ് സ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളെക്കാളും മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംവിധാനം ഒരിക്കലും ഒരു എഫിഷ്യന്റ് സംവിധാനമല്ല. പിന്നെ 2 ഇക്വിറ്റബിൾ അല്ല. ഇതാണ് എപ്പോഴും കോർപ്പറേറ്റ് സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പൊതുവിൽ മുമ്പ് കാണാനുള്ള ഇപ്പൊ ചില വ്യക്തികൾക്ക് നല്ലതായിരിക്കും, അതുകൊണ്ട് തന്നെ അതിനെന്ത് ആണ്. കാരണം കൺസ്യൂമർ സോവറിനിറ്റി എന്നൊരു ആശയം ഉണ്ടല്ലോ, പണം ഉള്ളവർക്ക് ഇഷ്ടമുള്ള ചികിത്സ നേടുന്നതിൽ എന്താണ് തടസ്സം എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉള്ള പ്രസക്തി യഥാർത്ഥത്തിൽ നേരെ തിരിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. കാരണം ആരോഗ്യ സംവിധാനങ്ങളുടെ ലക്ഷ്യം എഫിഷ്യൻസിയോടൊപ്പം ഇക്വിറ്റിയും അതുപോലെ ഈ സോളിഡാരിറ്റി, ഫെയർനെസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളെല്ലാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റു ചില മാറ്റങ്ങളൂടെ യഥാർത്ഥത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്. യഥാർത്ഥത്തിൽ ചെറുകിട ആശുപത്രികളെ പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിലും ഇന്ത്യയിലും അങ്ങനെ മാറ്റമുണ്ട്. കേരളത്തിലും യഥാർത്ഥത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, സ്വകാര്യ ആശുപത്രികളുടെ മുമ്പിൽ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾ ഈ മാർക്കറ്റ് വിട്ടു പോവുക, കാരണം ഈ വലിയ കോർപ്പറേറ്റൈസേഷൻ സംഭവിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട മാറ്റം എക്സിറ്റിംഗ്. അങ്ങനെ പിന്നെ ഈ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ അസോസിയേഷന്റെ കണക്ക് പ്രകാരം മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 200-ലധികം ആശുപത്രികൾ ഈ രംഗം വിട്ടു പോയി എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ ഒറിജിനൽ കണക്ക് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ അതിനേക്കാളും കൂടുതലാണ് ആ നമ്പർ എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ സർക്കാരിന്റെ ഏജൻസി ആയിട്ടുള്ള ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ് കളക്ട് ചെയ്യുന്ന ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെൻസസിനകത്ത് അതിന്റെ ടോട്ടൽ നമ്പേഴ്സ് മാത്രമേ നമുക്ക് കിട്ടൂ. അത് ഏത് ആശുപത്രികളാണ് 2010 ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ 2017 അതേ ആശുപത്രി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു കമ്പാരിസൺ യൂണിറ്റ് ലെവൽ ഡേറ്റ നമ്മൾക്ക് കിട്ടിയാൽ മാത്രമേ സ്പെസിഫിക്, അതൊരു ബുദ്ധിമുട്ടാണ്, ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ എങ്കിലും അത്തരത്തിലൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലെങ്കിലും അവരാണ് കളക്ട് ചെയ്യുന്നത്. ഓരോ പിന്നെ തദ്ദേശ സ്വയംഭരണ അങ്ങനെയുള്ള ലെവലിൽ കിട്ടിയാൽ പോലും നമുക്ക് തരത്തിൽ എത്ര ഈ മാർക്കറ്റിനകത്ത്, ഈ മെഡിക്കൽ കെയർ മാർക്കറ്റിനകത്ത് സ്വകാര്യ ആശുപത്രികളിൽ എത്ര പേര് പുറത്തു പോയി എത്ര പേര് വന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കണക്ക് കിട്ടും. പക്ഷെ എങ്കിലും ഇപ്പൊ നിലവിലുള്ള കണക്ക് പ്രകാരം പോലും ഒരുപാട് ചെറുകിട ആശുപത്രികൾ ഈ രംഗം വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ
നിങ്ങൾ മറ്റ് ആശുപത്രി ചേർന്ന് വലുതാവുക എന്നുള്ളതാണ്. പിന്നെ അത് അത്ര എളുപ്പമല്ല. പിന്നെ മൂന്നാമത്തത് ഏതെങ്കിലും ആശുപത്രികൾക്ക് വിറ്റിട്ട് പിന്നെ ഒന്നുള്ളൊരു ഓപ്ഷനാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് സർവൈവൽ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചെറുകിട ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ പിന്നെ വല്ലാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു. അത് ആശുപത്രി എന്നല്ല, അത് ഡയഗ്നോസ്റ്റിക് സെന്ററുകളാണെങ്കിലും സ്വകാര്യ ക്ലിനിക്കുകളാണെങ്കിലും. അപ്പോൾ ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു പിന്നെ അവിടെ അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യം യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ വിശാലാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ അതൊരു സാമൂഹിക ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ പൊതുവിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. കാരണം ഒരു വ്യക്തിയുടെ രോഗമോ അവസ്ഥയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള തിരിച്ചുള്ള പ്രക്രിയയോ ആ വ്യക്തിക്ക് മാത്രം പലപ്പോഴും തീരുമാനിക്കാൻ പറ്റുന്ന ഘടകമല്ല. ഇത് നമുക്ക് ബേസിക്കലി അറിയാം. കാരണം സോഷ്യൽ ഡിറ്റർമിനൻസ് എന്നൊരു വലിയ വിഭാഗം പിന്നെ വിഷയം നമ്മളെ മുമ്പിലുണ്ട്. അപ്പോ അതുകൊണ്ടാണ് കേരളത്തിൽ ജനിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് 10 കൊല്ലം കൂടുതൽ ഒറീസയിലോ ബീഹാറിലോ ജനിക്കുന്നു എന്നുള്ളതിനേക്കാളും വ്യത്യസ്തം ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയെക്കാളുപരി അവിടെ നിലനിൽക്കുന്ന സാമൂഹിക സാഹചര്യത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോ ഏറ്റവും ലളിതമായിട്ട് ഉള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ്, പക്ഷെ എങ്കിലും തൽക്കാലം. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യക്തിക്ക് മാത്രം, അതായത് എന്റെ ആരോഗ്യത്തിന്റെ പരിപാലനമാണെങ്കിലും അസുഖമാണെങ്കിലും എല്ലാം വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്വവും അതിനകത്തുണ്ടാകുന്ന ചികിത്സാ ചെലവ് ഉൾപ്പെടെ ഈ ക്രോസ് സബ്സിഡൈസേഷനോ മറ്റൊരു കാര്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള പ്രസക്തി ഇല്ല. കാരണം ഈ ആരോഗ്യ മേഖല പൊതുവിൽ പിന്നെ പ്രത്യേകിച്ച് അതിന്റെ ഫിനാൻസിങ്ങിന്റെ ഒരു ഗ്ലോബൽ നമ്മൾ പൊതുവിൽ കരുതാറുള്ളത് ഈ എന്താണ് ഫിനാൻസിങ്ങിന്റെ ആരോഗ്യ മേഖലയുടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാട്, ഈ റിസ്ക് പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കല്പം അവിടെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം വരുമ്പോൾ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റൈസേഷന് അത്തരത്തിലുള്ള പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു പ്രസക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആരോഗ്യം വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്വമായി മാറുന്നൊരു സാഹചര്യം. അവിടെ അതിനുണ്ടാകുന്ന ചികിത്സാ ചെലവാണെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ ഈ കറ്റാസ്ട്രോഫിക് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടും അതുപോലെ ഇംപവറിഷിങ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേര് ഈ ദരിദ്രരാകുന്നതിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഈ ചികിത്സാ ചെലവ് കാരണമാണ്. അത് കേരളത്തിലും ഒട്ടും മോശമല്ല. കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ പഠനം നമ്മളെ മുമ്പിലുണ്ട്. കേരളത്തിലെ ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന രണ്ടാമത്തെ കാരണം ഇപ്പോഴും ചികിത്സാ ചെലവ് തന്നെയാണ്. അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു കോർപ്പറേറ്റൈസേഷൻ ട്രെൻഡ് ഒരു ഹെൽത്ത് സിസ്റ്റം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂല് അഭിലഷണീയമല്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിച്ചാണ് എനിക്ക് എത്താൻ കഴിയുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ആമുഖമായിട്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഡോക്ടർ ഹരിക്കുറുപ്പ് സംസാരിച്ചതിന് ശേഷം ചർച്ചയാവാം എന്നാവും അല്ലെ? അങ്ങനെയല്ലേ നല്ലത്? ഹലോ, ഗുഡ് ഈവനിങ്. അങ്ങനെയാവും. കേൾക്കുന്നുണ്ടല്ലോ? വീഡിയോ ഓഫ് ചെയ്യണോ? കേൾക്കുന്നുണ്ട്. നന്നാവ് വീഡിയോ ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി വ്യക്താവാൻ, റെക്കോർഡിംഗ് വ്യക്താവാൻ. ഓക്കെ. അപ്പൊ വളരെ നന്ദി ഈ ഒരു ചർച്ചയിലേക്ക് ക്ഷണിച്ചതിൽ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹെൽത്ത് സിസ്റ്റത്തിന്റെ പ്രത്യേകതകളും കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു നല്ലൊരു അക്കൗണ്ടാണ് പ്രൊഫസർ ഗോഡിൻ ഇവിടെ തന്നത്. അതിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാനിവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഈ കോർപ്പറേറ്റൈസേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് കോർപ്പറേറ്റ് വൽക്കരണം എന്ന് ഉദ്ദേശിക്കുമ്പോഴും അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? ഞാനൊരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതെങ്ങനെ വരുന്നു, ഇതിനുള്ള ബേസിക് ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്,
ഇത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, നല്ലതെന്നോ മോശമെന്നോ ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ പല തലങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവേ ഞങ്ങൾ ഹെൽത്ത് ഇക്കണോമിക്സിൽ ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ എടുക്കുന്ന ഒരു പൈനിയറിങ് വർക്കുണ്ട്. അത് 1963 കെന്നത്ത് ആരോയുടെ ഒരു വർക്കാണ്, അൺസർട്ടൈൻ മെഡിക്കൽ കെയർ മാർക്കറ്റ് എന്ന്. അവിടെ ശരിക്ക് ആ ഒരു പഠനം കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട് എന്താണ് ഒരു മെഡിക്കൽ കെയർ മാർക്കറ്റ്, അതിന്റെ സ്പെസിഫിസിറ്റീസ് എന്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതിലെടുത്ത് കാണിക്കുന്നത്, ആ ആർട്ടിക്കിള് വളരെയധികം കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇതെടുത്ത് കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹെൽത്തിന്റെ മേഖലയില് സാധാരണ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശകലനം ചെയ്യുന്ന ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം ഒരു സൈഡിൽ നിന്ന് പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു ഇൻസ്റ്റന്റേനിയസ് ഡിമാൻഡ് അല്ല. ഇപ്പൊ ഒരു അരി വാങ്ങിക്കുന്നത് പോലോ മീൻ വാങ്ങുന്നത് പോലോ പച്ചക്കറി വാങ്ങുന്നത് പോലെയുള്ള ഒരു ഡിമാൻഡ് അല്ല. അത് യഥാർത്ഥത്തില് ചില സമയത്ത് ഒരു ലൈഫ് ആൻഡ് ഡെത്ത് ക്വസ്റ്റ്യന്റെ സമയത്ത് എടുക്കേണ്ടതാണ്. ചില കോണ്ടെക്സ്റ്റുകളിലൊക്കെ ഒരു മുൻകൂട്ടി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ബട്ട് മോസ്റ്റ് ഓഫ് വൺ ഇതൊരു ഇൻഡ്യൂസ്ഡ് ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ അവിടെ കിടക്കണോ, എത്ര ദിവസം വേണം, ഇൻപേഷ്യന്റ് സ്റ്റേ എത്ര ദിവസം വേണം, എപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഫിസീഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫിസീഷ്യൻ ഡോമിനന്റ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ സപ്ലയർ ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് എന്ന് പറയും. അപ്പൊ ഹെൽത്ത് സെക്ടറിന്റെ ഒരു പൊതുവായിട്ടുള്ള ആ ഹെൽത്ത് കെയർ മാർക്കറ്റിനെ നമുക്ക് അങ്ങനെ പൊതുവെ വിളിക്കാം. ബട്ട് എന്നാൽ തന്നെ ഹെൽത്ത് കെയർ മാർക്കറ്റിന് തന്നെ പല തരത്തിലുള്ള തലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിവെന്റീവ് മെഡിസിൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും അത് ഒരു തരത്തിലുള്ള ഒരു പബ്ലിക് ഗുഡ് സാധനമാണ്. അതിപ്പോ ഒരു മലേറിയക്കെതിരെയുള്ള ഒരു നോട്ടീസ് എഴുതി വെക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന PHC-യിലൊക്കെയാണ്. അതെന്ന് പറഞ്ഞാൽ ആ നോട്ടീസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രൈവറ്റ് ആശുപത്രി എഴുതി വെക്കുന്നത് കാണാൻ പറ്റില്ല. കാരണം അതൊരു പബ്ലിക് ഗുഡാണ്. അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിക്ക് പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നും കിട്ടാനില്ല. അത് ചെയ്യേണ്ടത് പലപ്പോഴും ഗവൺമെന്റ് ഏജൻസീസോ അങ്ങനെയുള്ള ഏജൻസീസ് ആണ്. അപ്പോ പ്രിവെന്റീവ് കെയറിൽ വരുന്ന എന്തോ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പക്ഷെ ഷാജിയും ഗോവിന്ദനും ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഷാജി ഗോവിന്ദൻ രണ്ടുപേരും ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും. മറ്റുള്ളവരൊന്നും മ്യൂട്ട് ചെയ്യാൻ പറയാം. കേരളീയം ശരത്താണെങ്കിൽ ശരത്ത് എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. പ്രിവെന്റീവ് കെയർ അതൊരു പ്രത്യേകതരം മാർക്കറ്റാണ്, പ്രത്യേകതരം സെഗ്മെന്റ് ആണ്. പക്ഷെ ക്യൂറേറ്റീവ് ഹെൽത്തിന്റെയും ചില മേഖലകള് പക്ഷെ ചില സമയത്ത് നമുക്ക് ഒരു എന്താ പറയാ ഒരു പ്രൈവറ്റ് ഹെൽത്ത് നാച്ചർ ചില സാധനങ്ങൾക്ക്, ചില കമ്മോഡിറ്റിക്കോ, ചില ഹെൽത്ത് കെയർ പ്രൊവിഷൻസിന്, സർവീസസിൽ അത് വന്നേക്കാം. ബട്ട് ഓവർ ടൈം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ഇതൊരു തരത്തിലുള്ള മാർക്കറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ഓരോന്നിനും. ഈ മാർക്കറ്റ് ജനറേഷൻ വരുന്ന ഒരു കമ്പോളവൽക്കരണം സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ. ഈവൻ പ്രൈമറി എഡ്യൂക്കേഷൻ വളരെ ഫ്രീ ആൻഡ് കമ്പൽസറി കൊടുക്കണമെന്ന് പറയുന്നത് അവിടെ തന്നെ പ്രൈവറ്റ് എൻട്രി വന്നു. ഈവൻ LKG UKG-യിൽ തന്നെ പാരന്റ്സ് അത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളുടെ ഒരു തരത്തിലുള്ള ഒരു ഡിമാൻഡ് ക്രിയേഷൻ അവിടെ സംഭവിക്കുന്നു. അപ്പൊ ഹെൽത്ത് സെക്ടർ ആ നിലയ്ക്ക് വളരെ ഹെട്രോജനസ് ആയിട്ട് പല കമ്മോഡിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാധനമാണ്. ഇപ്പൊ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ അതിനെ പബ്ലിക് ഗുഡ്, മെറിറ്റ് ഗുഡ്, പ്രൈവറ്റ് ഗുഡ് എന്നൊക്കെ രീതിയിൽ അതിനെ തരംതിരിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജനറലി ഹെൽത്തിനെ കുറിച്ചൊരു ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനിയും പ്രൊഫസർ ഗോർഡൻ സൂചിപ്പിച്ച പോലെ ഈ കോർപ്പറേറ്റൈസേഷൻ ഇമ്മീഡിയറ്റ്ലി തുടങ്ങിയ സാധനമല്ല. മേ ബി ഇന്ത്യയിൽ റീസെന്റ് ആയിരിക്കാം, കുറച്ച് റിലേറ്റീവ്ലി റീസെന്റ് ആയിരിക്കാം. ബട്ട് കോർപ്പറേറ്റൈസേഷനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വന്നു എന്നുള്ള സ്ഥിതിവിവര കണക്കുകളുടെ പേരിൽ മാത്രമാകരുത്. കാരണം അത്
നമ്മൾക്ക് അത്ര കണ്ട് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇപ്പൊ പറഞ്ഞ പോലെ സർവേ ഓഫ് പ്രൈവറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കേരള എന്ന് പറയുന്ന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 400-അടുത്ത് മാത്രമാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വന്നിട്ടുള്ളത്. ഇന്ത്യ മൊത്തവും അതേപോലെ തന്നെ പല ഹോസ്പിറ്റൽ ചെയിൻസ് ഗ്രൂപ്പ്സ് ഒക്കെ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ നമ്മൾ അതൊന്നുകൂടെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മുമ്പത്തെ പ്രോസസ്സ്, അതുപോലെ തന്നെ മുമ്പ് ഗോഡിൻ പറഞ്ഞ ബൊമാക്കോ ഇനീഷ്യേറ്റീവും വേൾഡ് ബാങ്കിന്റെ ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺസും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പിന്നില് നമ്മളുടെയൊക്കെ മനസ്സിനുള്ളില് ഒരു തരത്തിലുള്ള ഒരു കോർപ്പറേറ്റൈസേഷന്റെ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചു കാലമായിട്ട് പോകുന്നുണ്ട്, അത് കൂടി വരുന്നുണ്ട്. ഇതിനുള്ള പല കാര്യങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. ഇപ്പൊ കേരളത്തിന്റെ കോണ്ടക്സ്റ്റിലേക്ക് സ്പെസിഫിക്കലി ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ്. കേരളത്തില് നമുക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ടൊരു പബ്ലിക് സെക്ടർ ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾക്കറിയാം ആക്ച്വൽ ഷെയർ നോക്കുമ്പോൾ എപ്പോഴും പ്രൈവറ്റ് സെക്ടറാണ് കൂടുതൽ, അതിന്റെ ഷെയർ ആണ് കൂടുതൽ. ഇൻ ടേംസ് ഓഫ് ഇൻപേഷ്യന്റ് അഡ്മിഷൻ ആയിരുന്നാലും ഔട്ട് പേഷ്യന്റ് അഡ്മിഷൻസിന്റെ കേസിലായാലും ഈവൻ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കേസിലായിരുന്നാലും. പക്ഷേ എപ്പോഴും നമ്മൾക്ക് അറിയാം ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഒരു കുഷനിങ് സാധനം എപ്പോഴും പബ്ലിക് സെക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത കാലത്ത് നമ്മളുടെ ഈ ഞാൻ പറഞ്ഞ കമോഡിറ്റി ക്യാരക്ടറൈസേഷൻസ് മാറി വരുന്നു, നമ്മളുടെ ഡിസീസ് പ്രൊഫൈൽ ഇവിടെ മാറി വരുന്നു, ഏജിങ് ഒരു ഫാക്ടറായിട്ട് വരുന്നു, നാച്ചുറലി നമ്മളുടെ ഇൻകം ലെവൽസും കൂടി വരുന്നു. ഹെൽത്ത് ഒരു ലക്ഷറി ഗുഡാണെന്ന് ന്യൂ ഹൗസ് പോലുള്ള വർക്കുകളൊക്കെ പല പഠനങ്ങളും ഹെൽത്ത് ഒരു ലക്ഷറി ഗുഡ് എന്ന രീതിയിലും നമുക്ക് കാണാൻ പറ്റും. ഇതൊരു നെസസറി എന്നുള്ളതുപരി ചില സെഗ്മെന്റ്സ് ഓഫ് ഹെൽത്ത് ഒരു ലക്ഷറി ഗുഡ് ആയിക്കൊണ്ട് മാറിയിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഫോർ സം സെഗ്മെന്റ്സ് ഓഫ് പീപ്പിൾ. നമ്മൾക്ക് ഇവിടെ സംഭവിച്ചിരുന്നത് 3 തരത്തിലുള്ള കോമ്പറ്റീഷൻ ഇവിടെ നിന്നിരുന്നു. 3 നല്ല 2 പറയേണ്ടി വരും. നമുക്കൊരു പബ്ലിക് സെക്ടർ സ്റ്റഡി ആയിട്ട് നിർത്തുന്നുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ഒരു സേഫ്റ്റി നെറ്റ് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പബ്ലിക് സെക്ടറിനോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൈവറ്റ് സെക്ടർ ഇവിടെ, ഹെൽത്ത് സെക്ടർ ഇവിടെ, ബേസിക്കലി ഹോസ്പിറ്റൽ സെക്ടർ ഇവിടെ നിലനിന്ന് പോകുന്നുണ്ട്. ആ പ്രൈവറ്റ് സെക്ടറിനിടയിൽ ഇൻഫാക്ട് ഒരു തരത്തിലുള്ള മത്സരമുണ്ട്. പബ്ലിക് സെക്ടർ പ്രൈവറ്റിനോട് മത്സരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖല പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസിനോട് ഒരു തരത്തിലുള്ള മത്സരമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിലുള്ള പേഷ്യൻസിന്റെ ഇങ്ങോട്ട് വലിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നു. അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികൾക്ക് ഇടയിലും ഒരു മത്സരമുണ്ട്, അവ തമ്മിലൊരു മത്സരം. ആ മത്സരം പല തലത്തിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഒന്ന് പ്യുവർലി ഇൻ ടേംസ് ഓഫ് പ്രൈസ് ആണ്, ചാർജ് ചെയ്യുന്നു. അതായത് പ്രൈസ് കുറച്ചും കൂട്ടിയൊക്കെ ഉള്ളത്. ചില ഹോസ്പിറ്റൽസ് കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റൽ പോലെ ഹയർ ചാർജ് ഈടാക്കിക്കൊണ്ട് ആ ചാർജിൽ തന്നെ ഒരു പ്രത്യേക ഇൻകം സെഗ്മെന്റ്സിനെ, ഒരു പ്രത്യേക ഇൻകം ഗ്രൂപ്പുള്ള ബ്രാക്കറ്റ്സിലുള്ളവരെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നു. പിന്നെ ടയർ 2 സിറ്റീസ്, ടയർ 3 സിറ്റീസ് ഒക്കെ താഴോട്ടേക്ക് വരുമ്പോൾ, ഈവൻ പഞ്ചായത്ത് ലെവലിലേക്ക് വരുമ്പോൾ ഇതിന്റെ റൂം റെന്റ് കുറയുന്നു. നമ്മൾ വിചാരിക്കും റൂം റെന്റിൽ മാത്രമാണ് കുറവെന്ന്, അങ്ങനെയല്ല. ഈവൻ മെഡിസിന്റെ ചാർജ് വരെ കുറഞ്ഞു വരുന്നു. അതർവൈസ് മറ്റു സ്ഥലങ്ങളിൽ എടുക്കുന്ന മാർജിൻ കുറയ്ക്കുന്നു. ഡോക്ടറിന്റെ ഉള്ള അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫീസ് ഇതൊക്കെ തന്നെ കുറയുന്നു. അപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഇടയിലുള്ള ഒരു മത്സരവും അവിടെ നടക്കുന്നു. അപ്പൊ ഈ തരം മത്സരങ്ങൾ എങ്ങോട്ടാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മത്സരങ്ങൾ നമുക്കറിയാം ഇതൊരു മൃഗതൃഷ്ണയാണ്. ആ ഒരു മൃഗതൃഷ്ണയുള്ള മത്സരത്തില് ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിൽ ആരാണോ കൂടുതൽ നല്ല വഴിക്കോ അല്ലാതെയോ മത്സരത്തിൽ വിജയിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കാനും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിലേക്കും പോകാൻ കഴിയുന്നവര്, കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നവര്, അവരെ എമേർജ് ചെയ്യപ്പെടുകയാണ്. ആ എമേർജ് ചെയ്യുന്നതിന് വേറെ ഞാൻ ഈ പറഞ്ഞ തിയറട്ടിക്കലും നമ്മളുടെ ഡിസീസ് പ്രൊഫൈലും സൊസൈറ്റിയിലുള്ള മാറ്റങ്ങളും ഒക്കെ പോലെ തന്നെ 2002 മുതലുള്ള നാഷണൽ ഹെൽത്ത് പോളിസി, അതിനകത്ത് നമുക്ക് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കുന്നു. അതേപോലെ തന്നെ മെഡിക്കൽ റിസർച്ച് പോലുള്ള സാധനങ്ങൾ ചെയ്താൽ ഇൻകം ടാക്സ് റിബേറ്റ്സ് കിട്ടുന്നു. ലാൻഡ്
പർച്ചേസിനുള്ള കൺസെഷൻസ് കിട്ടുന്നു, ഈവൻ ഫ്രീ ലാൻഡ് കിട്ടുന്നു. ഇതൊക്കെ തന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിന് വളരാനുള്ളൊരു വേദി ശരിക്കും പറഞ്ഞാൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുവഴിയാണ് കടന്നു വരുന്നത്. പിന്നീട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ US തന്നെ കണക്കെടുക്കുകയാണെങ്കിൽ, US ആണല്ലോ നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഗോർഡിൻ സൂചിപ്പിച്ചതുപോലെ, അവിടെ പലപ്പോഴും മറ്റു ഇന്ത്യയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പൊതുവായിട്ടുള്ള വിലക്കയറ്റം ഒരു സൂചിക ഉണ്ടല്ലോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുന്നത്. ആ വിലക്കയറ്റ സൂചികയേക്കാൾ കൂടിയ നിലക്കിലാണ് ആരോഗ്യരംഗത്ത്, മുമ്പ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ രംഗമായിരുന്നു, ഇപ്പൊ അതിന് കുറച്ചൊരു ചെക്ക് വന്നിട്ടുണ്ട്. ബട്ട് പൊതുവെയുള്ള ആരോഗ്യരംഗത്തിലെ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, മെഡിഫ്ലേഷൻ നമ്മൾ പറയും, അത് വളരെ കൂടി നിൽക്കുകയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു കണക്ക് സൂചിപ്പിക്കുകയാണ്, US ഒരു ഡേറ്റയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അങ്ങനെ കിട്ടുന്നുള്ളത്. അവിടെ കിട്ടുന്ന ഒരു ഡേറ്റ പ്രകാരം US ആഭ്യന്തര സാമ്പത്തിക വളർച്ച, GDP ഗ്രോത്ത് ഉള്ളതിനേക്കാളും, GDP ഗ്രോത്ത് 2000 മുതൽ 2010 വരെ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ വെച്ച് പറയുകയാണെങ്കിൽ 0.5% ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉള്ളപ്പോൾ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഗ്രോത്ത് ഏകദേശം 3.5% ആണ്. അതിനു മുന്നേ 1950s 60s പീരീഡിലൊക്കെ ഈ ഗ്യാപ്പ് അത്ര ഉണ്ടായിരുന്നില്ല. GDP ഗ്രോത്ത് 3% ഒക്കെ ഉള്ളപ്പോൾ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഗ്രോത്ത് 4% ആണ്. അപ്പൊ കൺസിസ്റ്റന്റ്ലി ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൽ വർധനമുണ്ട്. അതിനെ എങ്ങനെ ഇന്റർപ്രട്ട് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആ എക്സ്പെൻഡിച്ചറിന്റെ വർധനവ് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ പറയും ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്, അത് വർദ്ധിക്കേണ്ടതാണ്. ആ ലെവൽ അറ്റ്ലീസ്റ്റ് GDPയുടെ ഒരു 5% എങ്കിലും നമ്മൾക്ക് എത്തിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു പ്രൊക്ലൈംഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. പക്ഷെ ആ ഒബ്ജക്റ്റീവിനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വർധനവാണോ, വെറും കോസ്റ്റുള്ള വർധനവ് മാത്രമാണോ, അതെങ്ങനെ ഫീൽഡിലേക്ക് ജനങ്ങളുടെ ആരോഗ്യത്തെ വളർത്തുന്നതിൽ സഹായിക്കുന്നുണ്ടോ എന്നുള്ള ഒരു തരത്തിലുള്ള ക്രോസ് ചെക്കിംഗ് ആണ് നമ്മൾ നടത്തേണ്ടത്. അതിൽ നമ്മൾ പലപ്പോഴും അങ്ങനൊരു പഠനം നടത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം ഹെൽത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ന് ഇമ്മീഡിയറ്റും അതിന്റെ ഔട്ട്കം വരുന്നത് ലോങ് ടൈം വരെ. ഹെൽത്ത് ഔട്ട്കംസ് ആയിട്ട് നമ്മൾ പലപ്പോഴും മെഷർ ചെയ്യുന്നത്, പെർസെന്റിനൊക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെ ഇൻഫന്റ് മൊർട്ടാലിറ്റി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അല്ലാതെ ഇമ്മീഡിയറ്റ്ലി ഒരാളുടെ ആരോഗ്യം കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല. അതല്ലെങ്കിൽ എത്ര ആശുപത്രികൾ വന്നു എന്നുള്ളതൊന്നും ഒരിക്കലും ഹെൽത്തിന്റെ നല്ല ഇൻഡിക്കേറ്റർ അല്ല, ചിലപ്പോൾ അത് നെഗറ്റീവ് ഇൻഡിക്കേറ്റർ ആയിരിക്കാം. അപ്പോ അങ്ങനെ ഒരു പഠനത്തിന്റെ, അങ്ങനെ ഒരു ചിന്തയുടെയും അഭാവം നമുക്ക് ഇവിടെ ഉണ്ട് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതിൽ എന്റെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞു, നമ്മളുടെ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ, ഈ പോളിസി ഫ്രെയിമിലുണ്ടായ മാറ്റങ്ങൾ, സൊസൈറ്റിയുടെ ഫ്രെയിമിൽ തന്നെ മറ്റൊരു മാറ്റം ഞാൻ തന്നെ മുമ്പ് നടത്തിയ 2 പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ളത്, ജനങ്ങളുടെ പെർസെപ്ഷൻ വളരെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു. ജനങ്ങളുടെ പെർസെപ്ഷനിൽ ഒന്ന് പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ, അതേപോലെ പലപ്പോഴും ആളുകൾ കാണുന്ന ഒരു സബ്ജക്റ്റീവ് പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി, ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ചില കൺസേൺസ്. ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ്. ഓരോരുത്തരും കാണുന്ന, ഓരോ സമൂഹങ്ങളും കാണുന്ന, ഓരോ വ്യക്തികളും കാണുന്ന പെർസെപ്ഷനാണ് ക്വാളിറ്റിയെ കുറിച്ച്. ചിലർക്ക് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇനി വളരെ വൃത്തിയുള്ളതാകുന്നതും, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലായിരുന്നാലും വൃത്തിയുള്ള സ്പേസുകളായിട്ടും ചില ആൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അതിൽ തന്നെ സ്ത്രീകൾ കാണുന്ന മാതിരി ആയിരിക്കണം എന്നില്ല. ഇപ്പൊ പ്രൈവസി പോലുള്ള സംഭവങ്ങൾ, മെഡിക്കൽ ലാബിന്റെ എവിടെയോ, ബ്ലഡ് കളക്ഷൻ എവിടെയോ, അവിടെയൊക്കെയുള്ള ടെസ്റ്റിംഗ് സ്ഥലങ്ങളിലേക്കോ ഉള്ള, അല്ലെങ്കിൽ വാഷ്റൂംസോ അങ്ങനെയൊക്കെയുള്ള സമയത്തല്ലോ, ഒബ്സർവേഷൻ റൂംസോ, ഇതിന്റെയൊക്കെ ഉള്ള പ്രൈവസിയെ കുറിച്ചുള്ള സ്ത്രീകളുടെ കാഴ്ചപ്പാടും പുരുഷന്മാരുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ ഈ ക്വാളിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇൻ ജനറൽ, പല കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി, ഡോക്ടറെ കുറിച്ചുള്ളത്, പേഷ്യൻസ് നഴ്സസ്മാരെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ അത് ക്ലീൻനെസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളോട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ബിഹേവ് ചെയ്യുന്നു, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്ട് എങ്ങനെയാണ്, ഇങ്ങനെ പല തലങ്ങളും ഇതിന്റെ ഹെൽത്ത് കെയർ ക്വാളിറ്റിയെ കുറിച്ച് ആളുകൾ ജഡ്ജ് ചെയ്യും. പക്ഷെ ഈ ജഡ്ജ്മെന്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യസ്തമായിരിക്കും. പാവപ്പെട്ടവൻ കാണുന്ന ജഡ്ജ്മെന്റ് അല്ല ഇൻകം വൈസ് പൂർ ആയിട്ടുള്ള ഒരാളും ഇൻകം വൈസ് റിച്ചർ ആയിട്ടുള്ള ആളും കാണുന്ന ജഡ്ജ്മെന്റ്സ് ഡിഫറെന്റ് ആണ്.
ഈ ജഡ്ജ്മെന്റിലെ ക്വാളിറ്റി എന്തോ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണെന്നും ആ സ്റ്റാൻഡേർഡിൽ ഇന്ന സാധനങ്ങൾ വേണമെന്നുള്ളത് നമ്മുടെ ഒരു മെന്റൽ ഫ്രെയിം വളർന്നു വരുന്നത്. ആ മെന്റൽ ഫ്രെയിം ആണ് ഒരു തരത്തില് അതിനെയാണ് പലപ്പോഴും ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിന്റെ ഒരു 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 കാച്ച്മെന്റ് ഏരിയ ആയിട്ട് അവരെയാണ് കിട്ടുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ടേ നിർത്തുന്നു. ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഇവിടെ ഒരു തരത്തിലുള്ള ഒരു നെക്സസ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹോസ്പിറ്റൽ അല്ല ഹെൽത്ത് കെയർ കോസ്റ്റ് വളരെയധികം കൂടുന്നു ഒരു സൈഡിൽ. വേറൊരു സൈഡില് ഞാൻ 3 പില്ലറുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടുന്നു, ഒന്ന് ഇൻഷുറൻസ് പെനട്രേഷൻ കൂടുന്നു, മറ്റൊന്ന് കോർപ്പറേറ്റൈസേഷൻ കൂടുന്നു. എന്റെ അഭിപ്രായത്തില് ഇത് 3ഉം തമ്മിലൊരു നെക്സസ് ആണ്. അതായത് കോർപ്പറേറ്റൈസേഷൻ കൂടുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഒരു തരത്തില്, അത് ഏതിനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ബട്ട് കോർപ്പറേറ്റൈസേഷൻ ഒരു തരത്തില് ഇൻഷുറൻസിനെ വളർത്തുന്നു, ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോകാൻ ആളുകളെ നിർബന്ധിക്കുന്നു. കാരണം ഒരു തവണ നിങ്ങൾ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലോ അങ്ങനെ ഒരു എക്സ്പെൻസീവ് ഹോസ്പിറ്റൽസിൽ പോയാൽ നാച്ചുറലി നിങ്ങൾക്കറിയാം, നിങ്ങൾ അടുത്ത തവണ എന്തായാലും ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതേപോലെ തിരിച്ചും ഒരു പോക്ക്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലി വിചാരിക്കുക, എനിവേ നമ്മൾ ഇത്ര വലിയ പൈസ കൊടുക്കുന്നതാണ്, ഇത്ര റൂം റെന്റ് കിട്ടും അതിൽ നിന്ന്, സോ യു ക്യാൻ അഫോർഡ് ടു പേ ഫോർ ഒരു കോർപ്പറേറ്റ് സെക്ടർമെന്റിലേക്ക് പോകാം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു നെക്സസ്, ഇത് തമ്മിലുള്ള ഒരു ലിങ്ക് നമ്മൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനകത്തില് ഈവൻ ഗവൺമെന്റ് സെക്ടറിലുള്ള സ്കീംസ്, ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് സ്കീംസ് തന്നെ പ്രൈവറ്റ് സെക്ടറിനെ എൻറോൾ ചെയ്യുന്നുണ്ട്. അത് വേണ്ടതാണ്, കാരണം നമ്മൾക്ക് കൂടുതൽ കവറേജ് കിട്ടണം, രോഗികൾക്ക് ഇത് കിട്ടണം. പക്ഷെ അതിന്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്, അത് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിന് ഒരു അഷ്വേർഡ് ഫ്ലോ ഓഫ് പേഷ്യൻസിനെ സംഭാവന ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിനെ വളർത്തുന്നതിന് ഒരു സൈഡിൽ നിന്ന് ഇവർ സഹായിക്കുന്നു, തിരിച്ചതേപോലെ തന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലും വളരുന്നു. അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ അടുത്ത കാലത്ത് ഞാനിപ്പോ ഡൽഹിയിലൊക്കെ ഇടയ്ക്ക് താമസിക്കുന്ന സമയത്ത് കണ്ടത്, പല ഹോസ്പിറ്റലിലെയും കോർപ്പറേറ്റ് ആകണമെന്നില്ല, ഈവൻ മിഡിൽ ലെവൽ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഒരു ദിവസത്തെ റൂം റെന്റ് എന്ന് പറയുന്നത് നിയർലി 15,000 to 20,000 ഒക്കെയാണ്. പല ഇൻഷുറൻസ് കമ്പനീസും ഈ ഒരുവിധം വലിയൊരു പ്രീമിയത്തിൽ എടുക്കുകയാണെങ്കിൽ ദേ വിൽ ഗിവ് യു ദിസ് പെർ ഡേ 15,000 എന്നുള്ള ഒരു റേറ്റ്. ഈ റൂം റെന്റ് ഇങ്ങനെ കൊടുക്കാൻ ഹോസ്പിറ്റൽസ് അങ്ങനെ കൂടുന്നതിന്റെ ഒരു ഘടകം ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് വേറൊരു സിമ്പിൾ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ആകുമ്പോൾ ഒരു സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കണക്ക് നോക്കുകയാണ്, നമുക്കറിയാം യഥാർത്ഥത്തില് ഒരു ഹോസ്പിറ്റലിന്റെ റൂമിന്, അതായത് അത്ര വലിയ പോസ്റ്റ് റൂം അല്ല, അങ്ങനെ റൂമിന് ഒരു ദിവസം 15,000 ഒക്കെ രൂപ വരുമോ എന്നുള്ളത് നമ്മളൊന്ന് സിമ്പിൾ കണക്കാലോചിച്ചാൽ മതി. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല 5 സ്റ്റാർ ഹോട്ടൽസിലെ ഒരു റൂമിന് നിങ്ങൾക്ക് ചിലപ്പോ താജോ അങ്ങനെയുള്ള ഹോട്ടൽ റൂമുകൾ തന്നെ ഒരു 8,000 ആ ലെവലിൽ കിട്ടാം. ഞാൻ ഈ പറഞ്ഞ 15,000 റൂം റെന്റ് മാത്രമാണ്. അതിനോടൊപ്പം നേഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ 7,000 എക്സ്ട്രാ എടുക്കും. ഞാൻ പറഞ്ഞപ്പോ ഈ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വാട്ട് നോട്ട് എല്ലാം നിങ്ങൾക്ക് നല്ല ടവൽ എല്ലാം കിട്ടുന്ന സ്ഥലത്ത് 6,000 10,000 കിട്ടുന്നു. അവിടെ എല്ലാ സമയത്തും ചിലപ്പോൾ ഓക്യുപ്പൻസി ഉണ്ടാകണമെന്നില്ല, ബട്ട് ദേ ആർ റണ്ണിങ് ഇൻ പ്രോഫിറ്റ്. അവർ ലാഭകരമായിട്ട് പോകുന്നു എന്നുള്ള, നമ്മൾ ഇല്ലെങ്കിൽ അവർ അങ്ങനെ ബിസിനസ് നിൽക്കുന്നില്ല. അതേസമയം ഒരു ഹോസ്പിറ്റലിന് ഈ പറയുന്ന 15,000 ഒക്കെ വന്നിട്ടും നഷ്ടമാണെന്നൊക്കെ ചിലപ്പോൾ പറയുന്നു. പറയുന്ന അത് പോസിബിളുമാണ്. അതിനുള്ള കാരണം ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം ഇപ്പോഴും ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് നടക്കുന്നില്ല. പല ഹോസ്പിറ്റൽസിന്റെയും കൺസേൺ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു തരത്തിലുള്ള നേഴ്സ് സാലറി കുറയ്ക്കുക, അല്ലെ മറ്റ് സ്റ്റാഫിന്റെ സാലറിയിലുള്ള, അതാണ് അവരുടെ കൺസേൺ. അവരുടെ ഒരു ഇൻപുട്ട് മിക്സിനെ കുറിച്ച് പലപ്പോഴും ഹോസ്പിറ്റൽസ് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം ബെഡ് ഓക്യുപ്പൻസി എത്രയാണെന്ന് പല ഹോസ്പിറ്റലും നമുക്കറിയാം. ഇന്ത്യയിൽ ഈ മേജർ ഹോസ്പിറ്റൽസ് പോലും നമ്മൾ പറയും വലിയ ആൾക്കൂട്ടമാണ് ഭയങ്കര വരുന്നത്, പക്ഷെ അവരുടെ ഒരു അറ്റ് എ ഗിവൺ ടൈം അവരുടെ ബെഡ് ഓക്യുപ്പൻസി പലപ്പോഴും 60% 65% ഒക്കെയാണ്. എന്ന് പറഞ്ഞാല് അവർക്കൊരു ടേൺ ഓവർ ഇന്റർവൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്കലിൽ പറയുകയാണെങ്കിൽ ഒരു ഡിസ്ചാർജും പുതിയൊരു അഡ്മിഷനും തമ്മിലുള്ള ഗ്യാപ്പ് പല ഹോസ്പിറ്റലിലും ആ ബെഡിലേക്ക് പുതിയൊരാൾ വരാൻ വേണ്ടി 2 ദിവസവും 2.5 ദിവസവും ഒക്കെ എടുക്കുകയാണ്.
ഇതെങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ കാരണം അവരുടെ ഒരു തരത്തിലുള്ള ഇൻപുട്ട് മാനേജ്മെന്റിന്റെ ഇൻഎഫിഷ്യൻസിയാണ്. പക്ഷെ അത് മറച്ചുകൊണ്ട് ആ ഒരു ഇൻപുട്ട് മാനേജ്മെന്റിന്റെ അതിന്റെ തരത്തിലുള്ള ടെക്നിക്കൽ സ്കില്ലില്ലായ്മയും അതിൽ അവരൊരു തരത്തിലും ശ്രദ്ധിക്കാത്തതും ഒരു തരത്തിലുള്ള ഡേറ്റയെ കുറിച്ചോ ഇങ്ങനെയുള്ള കൺസേൺസും ഇല്ലാത്തതുകൊണ്ട് അവരത് കോസ്റ്റ് കൂടുകയാണെന്നും ആ കോസ്റ്റ് ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോസ്റ്റും ഇൻഷുറൻസും അതേപോലെ തന്നെ കോർപ്പറേറ്റൈസേഷനും ഒരേ നിലയ്ക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറഞ്ഞു, ഇൻഷുറൻസ് ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത, അപ്പം തിന്നാ പോലെ കുഴിയുണ്ടല്ല എന്ന് പറയുന്ന പോലെ ഒരു പലപ്പോഴും നമ്മൾക്ക് സോറി ടു സേ ഈവൻ ഡോക്ടേഴ്സ് പോലും ഇങ്ങനെയുള്ള സമയത്ത് ആ ഒരു എത്തിക്കൽ പൊസിഷൻസ് പലപ്പോഴും എടുക്കാറില്ല. OP ആയിട്ട് ചികിത്സിക്കേണ്ട ആളെ ചിലപ്പോൾ IP ആക്കി ഒരു ദിവസം കിടത്തിയിട്ട് ചികിത്സ നടത്തുന്നു. ഇതൊക്കെ നമ്മൾക്ക് തോന്നും ഒരു നല്ല സംഭവമാണ്, രോഗിയെ സഹായിക്കുന്നതാണ്. ഓഫ് കോഴ്സ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ബട്ട് ഒരു നാഷണൽ ലെവലില്, ഒരു ഇക്കണോമിയുടെ കോണ്ടെക്സ്റ്റില്, ഒരു രാജ്യത്തിന്റെ ലെവലില് നമ്മൾക്ക് പല യൂസസിന് ഉപയോഗിക്കാവുന്ന റിസോഴ്സ്, ഇപ്പൊ 100 രൂപയാണ് ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തിനുള്ളതെങ്കിൽ അതിലെ നല്ലൊരു ശതമാനം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ GDPയുടെ ഇപ്പൊ 18% ഒക്കെ അമേരിക്കയൊക്കെ ഹെൽത്തിൽ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ബെറ്റർ ഹെൽത്ത്, യൂറോപ്പിലുള്ള പോലെ മറ്റു സ്ഥലങ്ങളിലുള്ളത് അതിനേക്കാളും ബെറ്റർ ഹെൽത്ത് സിസ്റ്റംസ് മറ്റു പലയിടത്തുകൊണ്ട് അതിലേക്ക് പോകാനും കഴിയുന്നില്ല. ഈ കോർപ്പറേറ്റൈസേഷൻ വരുമ്പോഴും നമ്മൾ അതാണ് ഇനിയും മനസ്സിലാക്കേണ്ടത്. കോർപ്പറേറ്റൈസേഷൻ വരുന്നു, നമ്മൾ ഒരു തരത്തിൽ പറയും നമ്മളുടെ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ 1%, 2% ഉള്ളത് 5%ലേക്ക് ഉയർന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് നമ്മളുടെ ആരോഗ്യരംഗത്തെ പരിപുഷ്ടിപ്പെടുത്തുന്നതാണോ, നമ്മളുടെ ഹെൽത്ത് കെയർ നീഡ്സിനെ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിൽ തന്നെ ഞാൻ 1-2 സമയം അധികം പോയില്ല എന്ന് തോന്നുന്നു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഒന്ന്, ഈ കോർപ്പറേറ്റൈസേഷന്റെ മറ്റു പല ഘടകങ്ങളും ഓൾറെഡി സൂചിപ്പിച്ചു, പ്രൊഫസർ ഗോഡ്വിന് സംസാരിച്ചു. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കോർപ്പറേറ്റൈസേഷന്റെ ഒരു തലത്തിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ, സപ്പോസ് ഇതിനി വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്, അത് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന് നെഗറ്റീവായിട്ട് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതിന്റെ ഒരു കൃത്യമായിട്ട് പഠനവും ഇത് എങ്ങനെയൊക്കെ ഏതൊക്കെ സെഗ്മെന്റിൽ ബാധിക്കുന്നു നമ്മൾ അറിയേണ്ടതാണ്. കോസ്റ്റ് മാത്രമല്ലല്ലോ ബാധിക്കുന്നത്, എത്തിക്സ്, നമ്മളുടെ പ്രൊഫഷണൽ പ്രോബ്ലംസ്. മുമ്പ് പ്രൊഫസർ ഗോഡിൻ സൂചിപ്പിച്ചതുപോലെ ഡോക്ടേഴ്സിനിടയിൽ 2 തരം ഡോക്ടേഴ്സ്, ചില സ്റ്റാർ ഡോക്ടേഴ്സ് സ്റ്റാർ ഹോസ്പിറ്റൽസ് കൊണ്ടുപോകുന്നു, മറ്റു ചില ഡോക്ടേഴ്സ് ഒരു തരത്തിലുള്ള ടാർഗറ്റ് മീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു തരത്തിലുള്ള പ്രഷറൈസ്ഡ് ആയിട്ട് നീങ്ങുന്ന പ്രശ്നങ്ങൾ. ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ തന്നെ ഉണ്ടാകുന്ന കുറെ എത്തിക്കൽ അല്ലെങ്കിൽ ഈവൻ മെന്റൽ സ്ട്രഗിൾസ് ഇൻ സം സെൻസ്, അതൊക്കെ ഈ മേഖലയിൽ വരും. അപ്പൊ മറ്റൊന്നുകൂടി പറഞ്ഞു നിർത്താൻ ഉദ്ദേശിച്ചത്, ഈ തരം ഹോസ്പിറ്റലുകൾ സപ്പോസ് ഇമാജിൻ എ സിറ്റുവേഷൻ, ഒരു 10 വർഷം കൊണ്ട് കഴിഞ്ഞോ 5 വർഷം കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതെന്തായാലും വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഹോസ്പിറ്റലുകൾ വരുന്നത് കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള ഹെൽത്ത് കെയർ നീഡ്സിനെ, ലീവ് അലോൺ പബ്ലിക് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ മാത്രമല്ല, സപ്പോസ് അത് നമ്മളുടെ ഗവർണൻസ് സിസ്റ്റം ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലാതുള്ള സാധനങ്ങൾ, ജെറിയാട്രിക് കേസസ്, നമ്മളുടെ പാലിയേറ്റീവ് കെയർ നീഡ്സ്, എൻഡ് ഓഫ് ലൈഫ് കെയറുകൾ, അതല്ലെങ്കിൽ പലപ്പോഴുള്ള മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന്റെ അങ്ങനെയൊക്കെയുള്ള ഈ കെയറുകൾ, ഇൻകം കുറവുള്ള ഗ്രൂപ്പുകൾ, ഇത് ആരേറ്റെടുക്കും? ഇത് ഗവൺമെന്റ് സെക്ടർ അത് മാത്രം ചെയ്യുകയാണ്. അതിനെ ഞങ്ങൾ പറയും ക്രീം സ്കിമ്മിങ് എന്ന് പറയും. ഹെൽത്ത് ഇക്കണോമിക്സിൽ വാക്കുണ്ടാകും. ക്രീം സ്കിമ്മിങ് എന്ന് പറയുന്നത് നല്ല വരുമാനം കിട്ടുന്ന, അതായത് നമ്മുടെ നെയ്യ് കടഞ്ഞ് നെയ്യ് മാത്രം ഊറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് ഇവർ കടക്കുന്നു. അവർ പറയണത്, ആ ഒരു സെഗ്മെന്റ് പറയണത് ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സാധനം, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സംഭവമാണ്. പക്ഷെ അവർ ചെയ്യുന്ന ഒരു ക്രീം സ്കിമ്മിങ് ആണ്. ഹൈ ഇൻകം ടോപ്പ് ബ്രാസ് ഗ്രൂപ്പ്, അഫോർഡബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെ എടുക്കുകയും ബാക്കിയുള്ള ഈ വെണ്ണ മാറ്റിയിട്ടുള്ള സാധനം പബ്ലിക് സെക്ടറിലേക്കും മറ്റ് ചെറുകിട ഹോസ്പിറ്റലുകളിലേക്കും വിടുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ഒരു സോഷ്യൽ ടെൻഷൻസ് ആണ്. അതേപോലെ നമ്മുടെ സോഷ്യൽ ഒരു തരത്തിലുള്ള അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ഒക്കെ നമ്മൾ കണ്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ സൊസൈറ്റി കാണുന്ന കാഴ്ചപ്പാടിലൂടെ അല്ല അതിനെ കണ്ടു പോകുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയ പ്രശ്നം. പക്ഷെ അതിലൊരു ക്ലിയർ ആയിട്ടൊരു പൊസിഷൻ എടുത്തുകൊണ്ട് സംസാരിക്കാനും ഞാൻ മുതിരുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്.
യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ബട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അക്കാഡമിക് ആയിട്ടുള്ള പഠനങ്ങളും ആവശ്യമാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ള എന്തെങ്കിലും ചർച്ചകളിലേക്ക് ഇടപെടാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. അപ്പൊ അതിന് മുൻപേ ഒരു ചെറിയൊരു കാര്യം, എനിക്കിങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഈ രണ്ടുപേരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ചെറിയ കാര്യം, ആദ്യമേ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ലിബറലൈസേഷന് വിധേയമായ പോളിസികൾ നിലവിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി അത് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ ഏതൊരു പോളിസി എടുത്താലും ഇതിൽ നിന്ന് വിടുത്തി മാറ്റിയിട്ട്, ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള മുൻപ് പറഞ്ഞിരുന്നത് അതിപ്പോ ഒരു പക്ഷേ ആളുകൾ പറയാൻ ഒരു ചെറിയൊരു വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് കോർപ്പറേറ്റ് വൽക്കരണത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ആദ്യമേ കോർപ്പറേറ്റ് വൽകൃതമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യവൽകൃതമായിരിക്കുന്ന പോളിസികൾ വഴി ആക്കി മാറ്റിയിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഇപ്പൊ അതിന്റെ ഒരു ഫലത്തെ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ ആ ഫലത്തെ വിശകലനം ചെയ്യാനുള്ള സാമഗ്രികൾ പോലും നമുക്ക് ലഭ്യമാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യരെ സംശയിപ്പിക്കുന്ന രീതിയിൽ ആകെ എന്താ പറയാ, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. മനുഷ്യര് ഇതിന്റെ സങ്കീർണതകളിൽ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന, അങ്ങനെ എവിടെയോ പോയി മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കുകയാണ് കോർപ്പറേറ്റ് വൽക്കരണം എന്ന് വീണ്ടും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്ക് 90കളിൽ അല്ലെങ്കിൽ അതിനു മുൻപേ സങ്കല്പിക്കപ്പെട്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റൽ ഫ്രെയിമിന്റെ ഭാഗമായിട്ട് നിലവിൽ വരുത്തിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിനുള്ളിലാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു ഇടത്തില് സോഷ്യലിന്റെ ലോജിക്, സാമൂഹികതയുടെ യുക്തി എന്ന ഫെയർനെസ് അല്ലെങ്കിൽ ഫെയർനെസ് എന്നത് അടിസ്ഥാനമാക്കിയിട്ട്, അതായത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സംവർഗം എന്നുള്ള നിലയ്ക്ക് ഫെയർനെസ്സിനെ എടുക്കാമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു വാക്ക് പോലും അല്ലെങ്കിൽ പ്രയോഗം പോലും അസാധ്യമാക്കുന്ന രീതിയിൽ വ്യക്തി വിപണി മത്സര ചക്രത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ മത്സരത്തിന്റെയോ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രിതമായിട്ടുള്ള റിസോഴ്സ് ലഭ്യതയുടെയോ പ്രാപ്യതയുടെയോ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല യഥാർത്ഥത്തിൽ സാമൂഹികമായിട്ട് ആരോഗ്യം എന്ന ഒരു സങ്കല്പനം അല്ലെങ്കിൽ ആരോഗ്യം എന്ന യാഥാർത്ഥ്യം. അത് സാമൂഹികമായിട്ട് എല്ലാ മനുഷ്യർക്കും ആക്സസിബിൾ ആവുക, അഫോർഡബിൾ ആവുക, അവൈലബിൾ ആവുക, റിസോഴ്സസിന്റെ ഏത് റിസോഴ്സസ് ആയാലും ആ റിസോഴ്സസിന്റെ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി, ഇത് മൂന്നുമാണ് ഒരു പക്ഷെ അതിന്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്. ഏതിടത്തിലായാലും ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ സംവിധാനത്തിലായാലും, കുറച്ചു മുമ്പേ ഹരി കുറിപ്പ് പറഞ്ഞു നിർത്തിയ നാഷണൽ രംഗത്തായാലും, അല്ലെങ്കിൽ ഇനിയിപ്പോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന്റെ സമകാലീന സാമൂഹികത യിലായാലും ഇത് ചർച്ചാ വിഷയമാകേണ്ടത് ഈ മനുഷ്യർക്ക്, അതിൽ ഉൾപ്പെടുന്നവർക്ക്, അത് രോഗികളാകാം, വളരെ പരിമിതമായിട്ടുള്ള തൊഴിൽ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇടപെടേണ്ടി വരുന്ന മനുഷ്യരാരുമാകാം. അത് ഏത് തലത്തിൽ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതിൽ നിന്ന് കൂടി കുറച്ചുകൂടി വലിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും വോളണ്ടറി ആയിട്ടുള്ള പണിയെടുക്കുന്നവരാകാം, അല്ലെങ്കിൽ ഏറ്റവും മീതെ സോക്കാൾഡ് ഡോക്ടേഴ്സ്, എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത ചർച്ച ചെയ്യാത്തിടത്തോളം, അതായത് ആക്സസിബിലിറ്റി ഓഫ് റിസോഴ്സസ്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആസ് വെൽ ആസ് ദ അഫോർഡബിലിറ്റി ഓഫ് റിസോഴ്സസ്,
by the human beings who are involving in this field. ഇത് ചർച്ച ചെയ്യാത്തിടത്തോളം ഇത് ഒരു പക്ഷേ നമുക്ക് വളരെ ലോപ്സൈഡഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഇങ്ങനെ നിലനിൽക്കാം. അപ്പൊ ഒരു വെറുതെ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും ചർച്ചയിൽ സജീവമായിട്ട് പങ്കെടുക്കുക. ശോഭ, ജഗദീശനാണ്, സംസാരിക്കാമോ? നമുക്കൊക്കെ സംസാരിച്ചോളൂ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ഗോഡ്വിന്റെ കേട്ടില്ല, ഹരിയുടെയാണ് കേട്ടുള്ളൂ. അപ്പോ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇത് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റുകളെ അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ദേശീയ തലത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടക്കുന്ന ഒരു മേഖലയാണ് ഈ സ്വകാര്യവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവും. അതിനകത്ത് ഇവിടെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്നുള്ളത് വിട്ടിട്ട് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിലും വലിയ മെട്രോ സിറ്റീസിൽ അല്ലെങ്കിൽ കേരളത്തിലെ ബിഗ് സിറ്റീസിലുള്ള ഹോസ്പിറ്റൽസിനൊക്കെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ അവിടത്തേക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്ത് വിടാവുന്ന ബ്രാഞ്ചസ് പഞ്ചായത്ത് ഏരിയകളിൽ അടക്കം വരുന്ന അവരുമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വരുന്ന ഒരു വശമുണ്ട്. മറ്റൊന്ന് ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 10-20 വർഷമൊക്കെ മുമ്പ് ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ ഒരു മെഡിക്കൽ ഡയറക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് അതിന്റെ ഓവറോൾ മാനേജ്മെന്റിൽ ഒരു റോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ബേസിക്കലി കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ലാഭവും നഷ്ടവും നോക്കിയിട്ട് ഇപ്പൊ ഗോഡിൻ ഒരുപക്ഷെ പറഞ്ഞതായിട്ട് ശോഭ പരാമർശിക്കേണ്ടത്. അപ്പോൾ ഏത് വിങ്ങിലാണ് കൂടുതൽ ലാഭം വരുന്നത്, ഏത് വിങ്ങിൽ നിന്നാണ് ലാഭം കുറവ്, എവിടെ നിന്നാണ് ഇൻവെസ്റ്റിഗേഷൻ കുറവ് കൂടുതൽ, ഇതിങ്ങനെയൊക്കെ നോക്കി ഈ ഡോക്ടേഴ്സിന് പ്രഷർ അടക്കം വരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലെ തന്നെ ഒരു കാര്യം, ഡോക്ടറുടെ AC തൽക്കാലം നമ്മൾ ഓഫ് ചെയ്യാണ്, കാരണം ഡോക്ടറുടെ വിങ്ങിൽ നിന്നുള്ള വരുമാനം കുറവാണെന്ന് പറഞ്ഞൊരു സന്ദർഭം ഡോക്ടർമാരുടെ ഇടയിൽ ഒരു തമാശയായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അത് വലിയൊരു ബ്രേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. പൊതുമേഖല ചികിത്സാ സംവിധാനങ്ങൾ വളർത്താൻ നേരത്തെ ഉണ്ടായിരുന്ന ഫണ്ടിൽ വലിയൊരു ഫണ്ട് ഇപ്പോ ഈ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പ്രോഗ്രാമിനും കേരളത്തിലും അതിന്റെ ഭാഗമായിട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഇതില് സ്വകാര്യ മേഖലയെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ സ്വകാര്യ മേഖലയുടെ ഈ പ്രോബ്ലംസ് ഇവിടെ പലതും പറയുമ്പോൾ ഉള്ള അതിനകത്ത് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതിനുള്ള വേണ്ടിയുള്ള ഒരു കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് എന്ന് പറഞ്ഞിട്ട് ദേശീയ തലത്തിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. കേരളവും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് പാസ്സാക്കിയിട്ടുള്ള ഒരു ഇതാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അതിന് റെഗുലേഷൻ, രജിസ്ട്രേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ എന്നാണ്. അപ്പോൾ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല അവിടുത്തെ ഒരു റെഗുലേഷൻ, ഗവൺമെന്റിന്റെ ഒരു സംവിധാനം വഴി ഒരു റെഗുലേഷൻ കിട്ടും. ഇപ്പൊ അതൊന്നുമില്ല, വെറും ഒരു രജിസ്ട്രേഷൻ എന്നുള്ള നൽകി അതുപോലും കംപ്ലീറ്റഡ് ആക്കിയിട്ടില്ല. കോടതി കേസുകളും കൗണ്ടർ കേസുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ ക്വാളിറ്റിയുടെ ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ ഡയമെൻഷൻ പറഞ്ഞിട്ടാണ് പ്രൈവറ്റ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഈ ക്വാളിറ്റിയുടെ ഡയമെൻഷൻ പൊതുമേഖലാ സംവിധാനത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഗോഡ്വിൻ ഹരിക്കുറുപ്പ് അതിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ NQAS, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ആരോഗ്യവകുപ്പിൽ ഒരുപാട് സ്ഥാപനങ്ങളിലുണ്ട്. അത് കേവലം പെർസെപ്ഷന്റെ മാത്രം പ്രശ്നമല്ല, അതിന് കൃത്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ബേസ്ഡ് മാനേജ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്പോണൻസ് എത്രത്തോളം ഉണ്ട്. അപ്പൊ അത് കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അത് പൊതുമേഖലയിലും സാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് നടന്നു വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ NQAS അക്രഡിറ്റഡ് ഒരുപാട് പ്രൈമറി ഹെൽത്ത് കെയർ അല്ലെങ്കിൽ സെക്കൻഡറി കെയർ ആശുപത്രികളിൽ ഇവിടെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് പബ്ലിക് ഹെൽത്ത് മൂവ്മെന്റ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ കാര്യങ്ങളിലുള്ള അവയർനെസ്സും അതിനു വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കലും, പിന്നെ ഈ ഇൻഷുറൻസിന്റെ തന്നെ റിജക്ഷൻ ഒരുപാട് വരുന്നുണ്ട്. ശരിക്കും അതിലെ ഗ്രീവൻസസ്, പബ്ലിക്കിന് ഉള്ള ഗ്രീവൻസസ് കേൾക്കാനും, അല്ലെങ്കിൽ അവരൊരു കേസ് എന്തുകൊണ്ട് റിജക്ട് ചെയ്ത് പോയതിന് കമ്മിറ്റിയൊക്കെ ഉണ്ട്, ഗ്രീവൻസ് റെഡ്രസൽ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഏകപക്ഷീയമായിട്ട് ഇതിലേക്ക് കീഴ്പ്പെട്ടു പോവാതെ
ഇതിനെതിരായിട്ട് കോർപ്പറേറ്റ് വൽക്കരണവും സ്വകാര്യവൽക്കരണത്തിനും എതിരെ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് എടുക്കേണ്ടതുണ്ട്. അതനുസരിച്ച് പൊതുമേഖല ശക്തിപ്പെടേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല ഈ പബ്ലിക് ഹെൽത്ത് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് ഇന്റർവെൻഷൻസ് നടത്തേണ്ടതുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം, ഈ ഇൻഷുറൻസ് കൂടി വന്നതിന് ശേഷം കേരളത്തിൽ അതത്ര വന്നിട്ടില്ലെങ്കിലും ആന്ധ്രയിലൊക്കെ പഠനങ്ങളുണ്ട്. ആന്ധ്രയിലൊക്കെ ചില വില്ലേജുകളിൽ പിന്നെ സ്ത്രീകളുടെ ഗർഭപാത്രം അനാവശ്യമായിട്ട് നീക്കം ചെയ്തിട്ട് അവരുടെ ഇപ്പൊ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡിൽ നടക്കുന്ന പോലെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ ഫീൽഡ് വർക്കേഴ്സ് എന്നുള്ള രീതിയിൽ ആളുകളെ മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വയറുവേദനയൊക്കെ ആയിട്ട് ചെല്ലുന്ന ആളുകൾക്ക് അത് യൂട്രസിന്റെ ഒരു കംപ്ലൈന്റ്, ചിലപ്പോൾ അബ്ഡോമിനൽ പിന്നെ ഗാസ്ട്രൈറ്റിസ് ഒക്കെ പോലെയുള്ളതായിരിക്കും. അതിനെ ഒരു യൂട്രസിന്റെ കംപ്ലൈന്റ് ആക്കി മാറ്റി പിന്നെ ഹിസ്റ്റക്ടമി ചെയ്ത് യൂട്രസ് റിമൂവ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന വലിയ വ്യാപകമായ രീതിയിലുള്ള അണെത്തിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻസ് വളരെ വലുതാണ്. അത് പിന്നെ അതിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തന പരിപാടികൾ ഇന്ത്യയിലെ ജനസ്വാസ്ഥ്യ അഭിയാൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകളായാലും മെഡിക്കൽ ഫ്രണ്ട് സർക്കിളൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തന പരിപാടികളിലൂടെ ഇതിനെ കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ഹെൽത്തിന്റെ മേഖലയിലെ ചില കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് എനിക്ക് കുറച്ച് സമയം അധികം കൊടുത്തു, ഞാൻ സോറി. കേൾക്കുന്നില്ലേ? കേൾക്കാം ഹരിപൂർ. എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഹഫീഫ ചാറ്റ് ബോക്സിൽ കണ്ടതുപോലെ തോന്നുന്നു. എന്താണ് ഹലോ, പേഷ്യന്റ് ട്രസ്റ്റ് നഷ്ടപ്പെടില്ലേ പിന്നെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കാരണം ഇവിടെ ഒരു എനിക്ക് തോന്നുന്നത്, 1 സെക്കൻഡ്, ക്വസ്റ്റ്യൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഹൗ ക്യാൻ പേഷ്യന്റ് ട്രസ്റ്റ് ബി മെയിൻറ്റെയിൻ ഇൻ എ സിസ്റ്റം? ഓക്കെ, അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പേഷ്യന്റ് ട്രസ്റ്റ് ഓവർ ടൈം അവർ ബിൽഡ് ചെയ്ത് വരുന്നതാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓവർ ടൈം. കാരണം ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് പലപ്പോഴും ഒരു ട്രസ്റ്റ് എന്ന നിലയിലല്ല, ഒരു അഷ്വേർഡ് ഫ്ലോ ഓഫ് പേഷ്യൻസിനെ നിലനിർത്താനുള്ള പല മാർഗങ്ങളും ഉണ്ടാവും. അതിവിടെ മെഡിക്കൽ ഡോക്ടേഴ്സ് അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ വളരെ ഗ്രൗണ്ട് ലെവലായിട്ട് അറിയുന്നവർക്ക് പറയാൻ പറ്റും. എനിക്ക് അത്ര കണ്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഒരു മൗത്ത് പബ്ലിസിറ്റി പോലെയും ഒരാൾ വീണ്ടും ഒരു സൊസൈറ്റിയുടെ സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെയാണ് ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടുതൽ എംപെരിക്കലായിട്ടുള്ള റീസൺസ് ഒന്നും എനിക്ക് പറയാൻ അറിയില്ല ബേസിക്കലി. പിന്നെ മുമ്പ് ഇവിടെ ശോഭ മാഡം സൂചിപ്പിച്ചതുപോലെ ഇതൊരു നമ്മളുടെ ഗ്ലോബലൈസേഷന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ശരിയാണ്, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇൻ ദ സെൻസ് നമുക്ക് ഈ ബൊമാക്കോ ഇനിഷ്യേറ്റീവ് 1987 വേൾഡ് ബാങ്കിന്റെ വരികയും 1993 ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് വരികയും ആ ഡോക്യുമെന്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് 2 സ്ട്രാറ്റജീസ് ആണ്. ഒന്ന് നമ്മളെന്ന് മനസ്സിലാ വേൾഡ് ബാങ്ക് പറഞ്ഞൊരു സ്ട്രാറ്റജി, 2 സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞതല്ല. ഒന്ന് കോസ്റ്റ് ഷെയറിംഗ് മെത്തേഡ്സും ഒന്ന് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് മെത്തേഡ്സും ഫോളോ ചെയ്യണമെന്നാണ്. കോസ്റ്റ് ഷെയറിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത് യൂസർ ചാർജസും അതേപോലെ ഇൻഷുറൻസും കൊണ്ടുവരിക. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റൈസേഷനും ഒരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി ലെവൽ ഡീസെൻട്രലൈസേഷനും ആയിരുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലായി പോയത്. നിങ്ങൾക്കറിയാം, റിഫോംസ് വന്നപ്പോൾ നമ്മളുടെ ഇമ്മീഡിയറ്റ്ലി പോയിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ സെക്ടറും അതേപോലെ ഫിനാൻഷ്യൽ സർവീസസുമാണ്. ബാക്കി സെക്ടറുകളിൽ ലേബർ സർവീസസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതൊക്കെ സെക്കൻഡ് ഫേസിലേക്കാണ് പോകുന്നത്. കാരണം അതിന് ഇമ്മീഡിയറ്റ്ലി ആ സെക്ടറുകളിലേക്ക് റിഫോംസ് എത്തിയാൽ വലിയ പ്രൊട്ടസ്റ്റ് പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലൊക്കെ യൂസർ ഫീസ് കൊണ്ടുവന്ന് വലിയ ട്രാജഡി ആയി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് നമ്മളിത് മുന്നേ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, ഒരു 90s 2000 എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഒരു തരത്തിലുള്ള ഈ റിഫോം പാക്കേജിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കടന്നു വരുന്ന ഒരു സംഭവമാണിത്. പക്ഷെ അതിന് നമ്മൾക്ക് ആ കണ്ടിന്യൂറ്റി ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആളുകൾ ഇതിങ്ങനെ സ്ലോലി ഈ കോർപ്പറേറ്റൈസേഷന്റെയും പ്രോഫിറ്റ് മേക്കിങ്ങിനെയും ഒക്കെ ഒരു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ പ്രോഫിറ്റൈസേഷൻ വന്നാലും നമ്മളുടെ മുമ്പ് ജഗദീഷ് സാർ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊതുസമൂഹം ഇതിന്റെ പ്രൊഫഷന്റെ എത്തിക്സ് നിലനിർത്തുന്നതിനും ജനങ്ങൾക്ക് കൊടുക്കേണ്ട സർവീസസിനെ കുറിച്ചുള്ള സ്ഥിരമായിട്ടുള്ള രീതിയിലുള്ള കൺസേൺസ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ
ഇത് നമ്മളുടെ സൊസൈറ്റിയിലെ കുറെ സെഗ്മെന്റ്സിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈവൻ മെഡിക്കൽ പ്രാക്ടീസസിന്റെ എത്തിക്സിനെ ഇത് വളരെ കാര്യമായിട്ട് ബാധിക്കും. അതിലൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് അതിനോടനുബന്ധിച്ച് പറയാനുള്ളൂ. ഐ ഫുള്ളി അഗ്രി വിത്ത് യുവർ ക്വസ്റ്റ്യൻ. ഞാൻ ജയശ്രീയാണ്, സംസാരിക്കട്ടെ. ഈ പെർസെപ്ഷന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഹരിക്കുറുപ്പാണെന്ന് തോന്നുന്നു. അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആളുകളുടെ ഒരു പെർസെപ്ഷൻ ഇതിനനുസരിച്ച് ഈ കോർപ്പറേറ്റൈസേഷൻ മെഡിക്കൽ ഫീൽഡിൽ മാത്രമായിട്ടല്ലല്ലോ, അത് മൊത്തത്തിൽ വന്ന ഒരു കൾച്ചറിന്റെ ഒരു മാറ്റമാണല്ലോ. അങ്ങനത്തെ ഒരു കൾച്ചറൽ എൻവയോൺമെന്റിൽ ഇതും ഒരു കമോഡിറ്റി ആയിട്ട് മാത്രം ആണ് കൂടുതൽ ആളുകളും കാണുന്നതും എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, അല്ലെ നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ കെയർ കിട്ടാം എന്നുള്ളതാണ്. അപ്പൊ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോകാനാണ് ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് അല്ലെ, അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് കൾച്ചർ മാറിയിട്ടുള്ള കാര്യമുണ്ടല്ലോ. അപ്പൊ അത് ഈ എക്കണോമിക്കും അതുപോലെ ഇതിന്റെ ഹെൽത്ത് എന്താ പറയാ അക്കംപ്ലിഷ്മെന്റ്, ഹെൽത്ത് നീഡ് അനുസരിച്ചിട്ടുള്ള കെയർ കിട്ടുന്നുണ്ടോ, അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ എന്താണെന്നുള്ളതും ഇപ്പൊ US പിന്നെ ഇത്രയും എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടും ശരിയായിട്ടുള്ള ഒരു കെയർ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതൊന്ന് നോക്കണം. അപ്പൊ ഈ പെർസെപ്ഷൻ ഇങ്ങനെ മാറിയ ഒരു കൾച്ചറാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ കൂടെ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് പോവുകയും ചെയ്യാണ്. അത് ഈ വയലൻസ്, ഇപ്പൊ ആശുപത്രികൾക്കെതിരെ നടക്കുന്ന വയലൻസിനെ ഇതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ആളുകളും ഇതില് പിന്നെ വേണ്ട റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. ഇപ്പൊ ജനങ്ങളുടെ സംഘടനകൾ തന്നെ വേണ്ട റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും അല്ലാതെ ജനകീയ സംഘടനകളാണെങ്കിലും അവര് എടുക്കേണ്ടതായ ഉത്തരവാദിത്വം എടുക്കാതിരിക്കുകയും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയും ചെയ്യുന്നു. ഒരു കൾച്ചറൽ ഒരു ഷിഫ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഭയങ്കര ഇന്നലത്തെ ചർച്ച പോലെ തന്നെയാണ്. ഇന്നലത്തേനും എളുപ്പത്തിൽ ഒരു പരിഹാരം ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത് ആണ്. എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഇപ്പൊ രാഷ്ട്രീയക്കാരാണ് ഇത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസികളാണ് ഇത് നോക്കേണ്ടത്. അതിൽ ഏറ്റവും നിരാശ ഉണ്ടാക്കിയ കാര്യം ഈ പറഞ്ഞ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലാണ്. അത് ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ പോലും, അത് ഡോക്ടർമാരുടെ, ഇപ്പൊ എത്തിക്സ് ഡോക്ടർമാർ കീപ്പ് ചെയ്യണമെന്ന് പറയണ്ടല്ലോ, ഡോക്ടർമാരുടെ സംഘടന തന്നെയാണ് രജിസ്ട്രേഷൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേസുകൾ പോയിട്ടുള്ളത്. രജിസ്ട്രേഷന് പോലും തയ്യാറില്ല. അതപ്പോ ചെറുകിട ആശുപത്രികളെ കൂടുതൽ ബാധിക്കുന്നു എന്നൊക്കെയുള്ള വിഷയം ഒക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഏതാണെങ്കിലും നമുക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല്. അപ്പൊ അതിനെ ഒരു രജിസ്ട്രേഷൻ പോലും ചെയ്യാണ്ടാത്ത ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് എവിടെയാണ് അത് പ്രതീക്ഷ? എനിക്കറിയില്ല. അതുപോലെ ഏത് രാഷ്ട്രീയ സംഘടനകളാണ്, ഏത് ജനകീയ സംഘടനകളാണ് ഇത് പ്രായോഗികമായിട്ട് നമുക്ക് ഈ ഇഷ്യൂവിനെ എന്ത് ചെയ്യാം? അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെയാണ് പറ്റുമായിരുന്ന ഒരു കാര്യം, പോസിബിലിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ ഹെൽത്ത് പോളിസിയിൽ തന്നെ, നമ്മുടെ ഹെൽത്ത് പോളിസി, കേരളത്തിന്റെ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്, പിന്നെ പോളിസി എന്നുള്ള രീതിയിൽ ഇപ്പൊ അത് എവിടെയുമില്ല. പ്രോഗ്രാമുകളാണ്. ഇപ്പൊ ആർദ്രം മിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമുകളല്ലാണ്ട് പോളിസിയിലാണല്ലോ നമ്മളിത് ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു കാര്യം വരേണ്ടത്. അപ്പൊ അതില് ഹെൽത്ത് ഈസ് എ ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത്, ഇപ്പം എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത് എടുത്ത് കളഞ്ഞതുപോലെ തന്നെ ഹെൽത്ത് ഒരു റൈറ്റ് ആണ് എന്നുള്ള ഒരു സംഭവം ആരും പറയും. പിന്നെ എന്താണ്, വേൾഡ് ഹെൽത്ത് ഡേയിൽ ഇങ്ങനെ ഒരു ആചാരം പോലെ പറയുന്നു എന്നുള്ളതല്ലാതെ വലിയ കാര്യമൊന്നുമില്ല.
ഹെൽത്ത് ഒരു ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത് നമ്മുടെ പോളിസിയിൽ ഉണ്ടോ, പോളിസിയിൽ ആ രീതിയിലാണോ കാണുന്നതെന്നുള്ളതാണ്. ഇപ്പോഴും പിന്നെ പഴയതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആശാ വർക്കേഴ്സിന്റെ കാര്യം പറയുമ്പോൾ, ആശാ വർക്കേഴ്സ് ഈ പറഞ്ഞ, വീണ്ടും ഞാൻ അതേ രൂപകം തന്നെ പറയണം, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോലെയാണ് ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം പോകുന്നത്. അതിനകത്ത് ആശാ വർക്കേഴ്സിന്റെ ഒരു ആര് ബോധേഡാണ്, ആശാ വർക്കേഴ്സിന്റെ കാര്യമൊക്കെ ആര് ബോധേഡാണ്. അതുപോലെ ഇത് പബ്ലിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അത് ആശാ വർക്കേഴ്സും ഒക്കെ ഉള്ളത്, അല്ലെ പ്രിവെൻഷനും അതുപോലെയുള്ള കാര്യങ്ങൾ. അതിപ്പോ ഒരുവിധം നന്നായി പോകുന്നുണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് എങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ ദിശ എന്താണ്, ദിശ തീരുമാനിക്കുന്നതാണല്ലോ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ വില്ലെന്നൊക്കെ നമ്മൾ പറയുന്നത്, രാഷ്ട്രീയമായ ഇച്ഛാശക്തി അത് ജനങ്ങളിൽ നിന്നും കൂടിയാണ് വരേണ്ടത്. ആ രീതി പിന്നെ അത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും കൂടെ വേണം. നമ്മൾ ചുമ്മാ ബ്ലൈൻഡായിട്ട് കോർപ്പറേറ്റൈസേഷനെതിരെ അല്ലെ ഗ്ലോബലൈസേഷനെതിരെ എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിൽ ആ റിയൽ സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ തുടങ്ങാം, എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല. വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഗോഡ്വിൻ ഇവിടുത്തെ ഈ കാലാവസ്ഥ ഭയങ്കര അഡ്വൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് രണ്ട് പിന്നെ ഡോക്ടർ സതി, നമ്മുടെ ജഗദീശ മാഷും അതുപോലെ നേരത്തെ ശോഭ മാഡവും അതുപോലെ ഇപ്പൊ ജയശ്രീ പറഞ്ഞതിനോടൊപ്പം ഞാനിങ്ങനെ ഒന്ന് രണ്ട് കമന്റ് മാത്രം, റെസ്പോൺസ് അല്ല പറയാൻ. പിന്നെ ഈ പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ ഈ പിന്നെ കോർപ്പറേറ്റൈസേഷൻ തമ്മിൽ പിന്നെ, കാരണം നമ്മുടെ സാഹചര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രൈവറ്റൈസ്ഡ് കോണ്ടെക്സ്റ്റ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ ഈ കോർപ്പറേറ്റൈസേഷൻ എന്ന ട്രെൻഡിന് പിന്നെ ഒരു മൊണോപ്പൊളൈസേഷൻ എന്നൊരു ഹയർ ഡിഗ്രി ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, മുമ്പൊരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർക്ക് അവിടുത്തെ മാർക്കറ്റിംഗ് എന്ന ഡിപ്പാർട്ട്മെന്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതില്ല. പക്ഷെ മറിച്ച് കോർപ്പറേറ്റ് ആശുപത്രികളിൽ ഡോക്ടർക്ക് യഥാർത്ഥത്തില് പിന്നെ അവിടുത്തെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിരന്തരം ഏതൊക്കെ പ്രൊസീജിയറുകൾ നേരത്തെ ഏകദേശം സൂചിപ്പിച്ചു. അപ്പോ ഓരോന്നിനും കൺസൾട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ മുമ്പുണ്ടായിരുന്ന സ്വകാര്യം എന്ന് നമ്മൾ പൊതുവിൽ കാണുന്ന, കാരണം നമ്മളെല്ലാവരും സ്വകാര്യ വ്യക്തികളാണല്ലോ, അതുകൊണ്ട് ആ സെൻസിൽ എടുക്കുമ്പോൾ. പക്ഷെ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ അതങ്ങനെയാണ്. അപ്പോ അവിടെ നിന്നും ഒരു വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റൈസേഷന്റെ ഒരു ട്രെൻഡിലോട്ട് എത്തുമ്പോൾ വ്യാപകമാവുന്നത്. അപ്പോ ഡോക്ടറുടെ ഓട്ടോണമി, ക്ലിനിക്കൽ ഓട്ടോണമി, ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്, അപ്പോൾ അതെല്ലാം യഥാർത്ഥത്തിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എല്ലാം ഈ ടാർഗറ്റും അച്ചീവ്മെന്റും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റം എല്ലാ അർത്ഥത്തിലും ഉണ്ട്. ഒരു സൂചന, ഒരു കോമ്പണന്റ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ജഗദീശ് മാഷ് സൂചിപ്പിച്ച വിഷയങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. നമ്മൾ നേരത്തെ അത് ഒരർത്ഥത്തിൽ സംസാരിച്ചിരുന്നു. പിന്നെ ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ അഡീഷണൽ ആയിട്ട് പറയാൻ. നേരത്തെ പറഞ്ഞിരുന്ന പോലെ പിന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ റിജക്ഷന്റെയോ അല്ലെങ്കിൽ ഈ എക്സ്ക്ലൂഷന്റെയോ ഒക്കെ പിന്നെ നേരത്തെ ക്രീം സ്കിമ്മിങ് എന്ന് നമ്മൾ ഗ്രൂപ്പ് മാഷ് സൂചിപ്പിച്ചിരുന്നു, ഒക്കെ ഒരു ആകെത്തുകയാണ് യഥാർത്ഥത്തില് പിന്നെ ഒരിക്കലും ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിലോട്ട് എത്തിക്കാൻ പിന്നെ സ്വകാര്യ ഇൻഷുറൻസ് എന്ന രീതിയിലൂടെ അല്ലെങ്കിൽ ഈവൻ പബ്ലിക് ഫണ്ടഡ് ഇൻഷുറൻസ് രീതിയിലൂടെ യഥാർത്ഥത്തിൽ പോകാൻ നമുക്ക് കഴിയില്ല. കാരണം പിന്നെ ഈ 34% കവറേജ് ഉള്ള മനുഷ്യരുടെ അതായത് പ്രൊട്ടക്റ്റഡ് ആണ്, അവരുടെ നെയിം ഇൻഷുറൻസ് കമ്പനിയുടെ റോളിലുണ്ട്, നമ്മൾ പ്രീമിയം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യരുടെ വെറും 4% ചെലവ് മാത്രമേ, ആരോഗ്യ ചെലവ് മാത്രമേ ഈ ഇൻഷുറൻസിൽ ഉണ്ടായിരുന്നിട്ടും അവർക്ക് പരിരക്ഷിക്കപ്പെടുന്നുള്ളൂ. ഈ കണക്ക് പുറത്തോട്ട് നമ്മുടെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിലെ കണക്കാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്കത് ആ കണക്ക് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ എത്രമാത്രം ഈ കവറേജ് എന്നുള്ളതും അതുപോലെ അത് പ്രാക്ടിക്കലി ഈ കറ്റാസ്ട്രോഫിക്കോ അല്ലെങ്കിൽ ഇങ്ങനൊരു പിന്നെ ചികിത്സയ്ക്ക് ഇൻപേഷ്യന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയ്ക്ക് അവർക്ക് സഹായകരമായ മാറുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാൽ ഈ ഒരു കോർപ്പറേറ്റൈസേഷനെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ഇൻഷുറൻസ് എന്ന സാധനം കൊണ്ട് തന്നെയാണ്.
അപ്പൊ ഇതവിടെ ഒരു വലിയൊരു നെക്സസ് ആയിട്ട് ഇത് പിന്നെ പെട്ടെന്ന് തോന്നുമ്പം ഇൻഷുറൻസ് കമ്പനി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ റിജക്ട് ചെയ്യുന്ന പോലെ തോന്നുകയാണെങ്കിലും അറ്റ് ദി എൻഡ് ഇവർക്ക് തമ്മിലാണ് പരസ്പരം ലാഭം ഉണ്ടാവുന്നത്. നഷ്ടം ഈ കോസ്റ്റ് ഇൻഫ്ലേഷനിലൂടെ ഒക്കെ പലപ്പോഴും പേഷ്യന്റിന് ആയിട്ടാണ് പലപ്പോഴും മാറുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സിസ്റ്റമിക് ആയിട്ട് നോക്കുമ്പോൾ എന്താണ് നഷ്ടം എന്നുള്ളത് നോക്കുമ്പോഴാണ് നമ്മൾ പ്രൈമറിലി മനസ്സിലാവുന്നത്. നമ്മൾക്കൊരു ഹൈ കോസ്റ്റ് സംവിധാനം ഇപ്പോ പിന്നെ അത് മൂന്നാമത് നമ്മുടെ ഡോക്ടർ ജയശ്രീ സൂചിപ്പിച്ച പോലെ ഉള്ളതിനകത്ത് ഒരു കൺസേൺ ഇത് എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നത്. ഈ പറ്റുന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്ന നമ്മൾ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിച്ചിട്ടോ പിന്നെ ഉള്ള പ്രശ്നം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം കണ്ടെത്തിയ വഴി പിന്നെ ഈ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ എക്കണോമിക്സിലെ ടിപ്പിക്കൽ മാർക്കറ്റിൽ പോകുന്ന വഴിയിലൂടെ പോയാൽ അത് പൂർണ്ണമായിട്ടും പരാജയപ്പെടും. അതുകൊണ്ടാണ് അവരെല്ലാം ഇത്രമാത്രം ഉയർന്ന രീതിയിൽ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഈ പിന്നെ മാർക്കറ്റ് ഫ്രണ്ട്ലി രാജ്യങ്ങളെല്ലാം ആരോഗ്യ മേഖലയിൽ വരുമ്പോൾ അവർ സോഷ്യലിസ്റ്റ് ആയി മാറുന്നതിന്റെ കാരണം ഒന്ന് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, രണ്ട് ഫെയർനെസ്സും ഇക്വിറ്റിയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും, പിന്നെ ഈ പൊതുജനാരോഗ്യം എന്ന സങ്കല്പം നിലനിൽക്കണമെങ്കിൽ പൊതുമേഖല ഇല്ലാതെ യഥാർത്ഥത്തിൽ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ വെയിറ്റിംഗ് ടൈം കൂടുതലാണ്, അല്ലെങ്കിൽ ഈ കൺസ്യൂമറിന് ഈ പറഞ്ഞ പോലെ ചോയ്സ് കുറവാണ്, അതുപോലെ തന്നെ ഈ സിസ്റ്റം ഇംപേഴ്സണലാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ കാണാം. വ്യക്തി കേന്ദ്രീകൃതം ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ പെർസീവ്ഡ് ക്വാളിറ്റിയെ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരുപക്ഷെ പബ്ലിക് ഹോസ്പിറ്റൽസിൽ ഒരുപാട് ആബ്സെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പൊതു ആശുപത്രിയിൽ പോയാൽ പിന്നെ ഒരു വ്യക്തിയും അയാളെ ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരുപക്ഷെ അവിടെ കിട്ടണമെന്നില്ല. അൺലെസ് സർവീസ് അവരൊരുപക്ഷെ വെൽ കണക്റ്റഡ് ആണെങ്കിൽ പോലും അവർക്ക് പലപ്പോഴും കിട്ടില്ല. അപ്പൊ ആ സംവിധാനത്തിലൊക്കെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പൊതുമേഖലയും അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ നമ്മളെ മുമ്പിലുള്ളത് ഈ കോഓപ്പറേറ്റീവ് എന്നുള്ളതാണ്. നമ്മൾക്ക് മുമ്പിലുണ്ടായിരുന്നത് ഈ മിഷൻ ആശുപത്രികളും നോട്ട് ഫോർ പ്രോഫിറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതും അവരും ഇപ്പം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേരുള്ളതാണ്. ഏറ്റവും വലിയ ജൂബിലി മിഷൻ മെഡിക്കൽ അവിടുത്തെ സാധാരണക്കാരുടെ സർക്കാർ മെഡിക്കൽ കോളേജ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അവിടുത്തെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലോട്ട് അത് എത്തുന്ന ഒരു സാഹചര്യം. ഇത് ഇന്ത്യ മുഴുവൻ യഥാർത്ഥത്തിൽ ഇത് വ്യാപകമാണ്. അപ്പോ അവര് പൂർണ്ണമായിട്ടും അതെല്ലാം ഉപേക്ഷിച്ചു. മാത്രമല്ല പിന്നെ മറ്റു കോർപ്പറേറ്റ് നെറ്റ്വർക്കുകളുമായിട്ട് യഥാർത്ഥത്തിൽ അവർ ടൈപ്പ് ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ള പൊതുമേഖല വലിയ രീതിയിൽ, കാരണം കേരളത്തിലെ പൊതുമേഖല ഓവർ സ്ട്രെസ്ഡ് ആണ്. പിന്നെ അതിന് മുടക്കുന്ന ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ മൊത്തം പിന്നെ ഹെൽത്ത് എക്കോണമി ഏകദേശം 70,000 കോടി രൂപയായിട്ടാണ് നമ്മൾ ഒന്ന് റഫ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് 18,000 കോടി രൂപയിൽ താഴെ മാത്രമാണ് യഥാർത്ഥത്തിൽ പൊതുമേഖലയുടെ മൊത്തം വരുന്നത്. ആ 18,000 കോടി രൂപയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഇത്ര മാത്രം ഒരു പിന്നെ 35% വരുന്ന IP കേസസും അതുപോലെ തന്നെ ഒരു 25%-ലധികം വരുന്ന ഈ പിന്നെ ആംബുലേറ്ററി കെയറിൽ വരുന്ന ഇതിനെയും യഥാർത്ഥത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നതും പിന്നെ ഒരു വലിയ ഇൻഷുറൻസ് സെഗ്മെന്റിലെ പബ്ലിക് ഫണ്ടഡ് ഇൻഷുറൻസ് സെഗ്മെന്റിൽ കുറേയേറെയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവർ സ്ട്രെസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പിന്നെ ഫണ്ടിങ് ഈ പട്ടണ മേഖലയിൽ വലിയ രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. കാരണം പുതിയ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കറ്റാസ്ട്രോഫിക് കോസ്റ്റ് വരുന്ന ട്രീറ്റ്മെന്റിനൊന്നും പിന്നെ യഥാർത്ഥത്തിൽ പൊതുമേഖലയിൽ യഥാർത്ഥത്തിൽ അതിന്റെ ഷെയർ ഭയങ്കര കുറവാണ്, വലിയ ചികിത്സാ ചെലവ്. അതുകൊണ്ട് കൂടെയാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് ആശുപത്രികൾ വലിയ രീതിയിൽ വളരുന്നതിനുള്ള അല്ലെങ്കിൽ അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ നീ റീപ്ലേസ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ എല്ലാ തരത്തിലുള്ള കോസ്റ്റ്ലി എയിൽമെന്റുകളെല്ലാം അതിന്റെ കോൺസെൻട്രേഷൻ എവിടെ പോകുന്നു എന്ന് വെച്ചാൽ അത് വലിയ ശതമാനം അല്ലെങ്കിൽ ഈ ശ്രീത്ര പോലുള്ള സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലൈസ്ഡ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ക്യാൻസർ സെന്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റൽസ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരു വലിയ ശതമാനം സ്വകാര്യ മേഖലയിലോട്ട് ഫോഴ്സ്ഡ് ആണ് ഒരർത്ഥത്തില്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ നമ്മൾ ഉണ്ട്. പിന്നെ ഇതാണ് എനിക്ക് ഒരു കമന്റ് ആയിട്ട് പറയാനുള്ളത്, റിപ്ലൈ അല്ല. താങ്ക് യു. വേറെ ആരെങ്കിലും മറ്റൊരു പറയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം. കാരണം ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ മേഖല മുങ്ങുന്ന ഒരു കപ്പൽ എന്നൊക്കെയുള്ള പിന്നെ ഇതുകളൊക്കെ ഉപയോഗിച്ച്, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള ഈ ഇതേ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമ്പോഴും അതിനെ നേരിടുന്ന രീതിയിലുള്ള കുറെ വികസനങ്ങളും ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക ഇതുകൊണ്ട് മാത്രമല്ല. ഇപ്പോ
ക്വാളിറ്റിയുടെയും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളോട് കിടപിടിക്കാവുന്ന ഹോസ്പിറ്റലുകൾ പിന്നെ ഗവൺമെന്റ് ആരോഗ്യ മേഖലയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഞാൻ പോയിരുന്ന എറണാകുളം ജനറൽ ഹോസ്പിറ്റല്, അല്ലെങ്കിൽ പുല്ലൂരിലെ പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ, ഇതുപോലെ എത്രയോ ഹോസ്പിറ്റലുകൾ, ഇപ്പൊ ജില്ലാതല ഹോസ്പിറ്റലുകളിൽ തന്നെ കാർഡിയോളജി, നെഫ്രോളജി, യൂറോളജി, കാർഡിയോതൊറാസിക് സർജറി എറണാകുളം പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റല് GH എറണാകുളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നേരത്തെ ഗോഡ്വിൻ പറഞ്ഞ പോലെയുള്ള പരിമിതികളും ഫണ്ടിന്റെ കുറവുകളും ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും, പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് NSSന്റെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ നാഷണൽ സാമ്പിൾ സർവേയിലെ എത്ര ശതമാനം ആളുകൾ ഈ ഗ്രാമീണ ആരോഗ്യ സ്ഥാപനങ്ങളെ സമീപിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം ഏറ്റവും താണ ലെവലിൽ KSSB സർവേയിൽ തന്നെ 18-15% മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ നിന്ന് 48% വരെയൊക്കെ ഉയർന്നൊരു സ്ഥിതിയിലേക്ക് വരികയുണ്ടായി. അല്ലെങ്കിൽ തന്നെ ഈ ഇപ്പൊ കോവിഡ് കാലം, ഇപ്പൊ ഈ നമ്മുടെയൊക്കെ തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യവംശം ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടമാണ് പിന്നെ കോവിഡ് കാലഘട്ടം. ആ കോവിഡ് കാലഘട്ടത്തിൽ ഈവൺ ഈ പറയുന്ന കോർപ്പറേറ്റിന്റെ പിന്നെ രാജാക്കന്മാരുടെ അമേരിക്കയിൽ പോലും ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കേരളമാണെന്നുള്ള ഒരു സംഭവം വരികയുണ്ടായി. കാരണം അപ്പൊ നമുക്ക് അങ്ങനെ പ്രതീക്ഷയുടെ എല്ലാ തലങ്ങളും നശിച്ച ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിനോട് ഞാൻ വിയോജിക്കുന്നുണ്ട്. ചില കോണിൽ നിന്ന് അങ്ങനത്തെ ഉള്ള ഇത് ഉണ്ടായിരുന്നു. ഒരുപാട് സാധ്യതകൾ ഇനിയും മുന്നിലുണ്ട്, പക്ഷെ ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ട്. പിന്നെ അപ്പൊ അത്ര ഒരു പോയിന്റ് കൂടി ഞാൻ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം സമയം എടുത്തു. ജഗ്ഗു പറഞ്ഞതിനോട് കോംപ്ലിമെന്ററി ആയിട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള പിയറി ബുർദിയു പറഞ്ഞിട്ടുണ്ട് ന്യൂ ലിബറലിസത്തെ പറ്റിയിട്ട്, അത് ഉട്ടോപ്യ ഓഫ് എൻഡ്ലെസ് എക്സ്പ്ലോയിറ്റേഷൻസ് ആണെന്ന്. അപ്പൊ എപ്പോഴും നമുക്ക് മനുഷ്യരുടെ ഏതൊരു കോണിന്നാലും പൊതു ജീവിതം ഉണ്ടാക്കാനുള്ള മനുഷ്യരുടെ ത്വര, അല്ലെങ്കിൽ മനുഷ്യർക്ക് അവരുടെ തന്നെ ബേസിക് ക്യാരക്ടർ, ജീവിവർഗം എന്നുള്ള നിലയ്ക്കുള്ള ഒരു അടിസ്ഥാന സ്വഭാവം ആയ കമ്പാഷൻ, കെയർ, അല്ലെങ്കിൽ കാര്യങ്ങളോടുള്ള വിജിലൻസ്, നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സ്വയം പ്രതിഫലിക്കുന്ന രീതി, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഇനിയും ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒന്നിച്ചാവാനും കൂടി യോജിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം, എല്ലാ വിപണി അല്ലെങ്കിൽ മത്സര ചക്രങ്ങളുടെയും ഇപ്പുറത്ത് മനുഷ്യരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകുക എന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യജീവികളാണ്, അവർക്ക് സാധ്യമാണ്, അവരവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും ഒക്കെ നമുക്ക് തന്നെയാണ് സാധ്യമാവുക എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്ക് ഇറ്റ്സ് ഉട്ടോപ്യ ഓഫ് എൻഡ്ലെസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന പ്രതീക്ഷയോടെ ഓർക്കാനാണ് ഒരു സാമൂഹിക ഇതേപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നാറുള്ളത്. ഈ ട്രസ്റ്റിന്റെ ഒരു പോയിന്റ്, ഇപ്പോ ഈ കോർപ്പറേറ്റ് ഇതിന് വലിയ ട്രസ്റ്റ് ഉണ്ടെന്ന് പറയുകയുണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചുള്ള ഒരു ട്രസ്റ്റ് പൊതുമേഖലയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല റിച്ചാർഡ് കാഷ് എന്ന് പറയുന്ന ലോക ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തിയിട്ട് ഒരു 20 മിനിറ്റ്സ് അദ്ദേഹം അവിടെ നിന്ന് ഓൺലൈനിൽ സംസാരിച്ചത്, ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് സംസാരിച്ചത്, ഈ ജനങ്ങൾക്ക് പൊതുമേഖലാ സംവിധാനത്തിലുള്ള ആ ഒരു ട്രസ്റ്റ് ആയിരുന്നു അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു കേരളത്തിന്റെ പിന്നെ കോവിഡ് വിജയത്തിൻ്റെതാണ്. അപ്പോൾ ആ ട്രസ്റ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോർപ്പറേറ്റ് ട്രസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് കൃത്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റും കൃത്യമായിട്ടുള്ള യാതൊരു എഫക്റ്റും ഇല്ലാത്ത കാര്യങ്ങൾക്കും അഡ്വർടൈസ്മെന്റും ആ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ പിന്നെ ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും അധികം ബേജാറ് പിടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോവിഡിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഒന്ന്, സ്വകാര്യ മേഖല അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള. കേൾക്കുന്നില്ലേ? ഹലോ, പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കട്ടായതാണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ തീർത്തു. അപ്പൊ ജയശ്രീ തുടർച്ചയായിട്ട് പറഞ്ഞതാണോ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോയിന്റ് തീർത്തിരുന്നു. നല്ല മഴയുണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു മൊമെന്റ് ഇവിടെ കുറെ മുറിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് നെറ്റ്വർക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. ജയശ്രീ തുടർന്നോളൂ, ജയശ്രീ തുടർന്നോളൂ, കുഴപ്പമില്ല.
ഞാൻ പറഞ്ഞതേ കോവിഡ് സമയത്ത് ഇതിന്റെ ഒരു മറുവശം പറയായിരുന്നു. കോവിഡ് വന്ന സമയത്ത് സ്വകാര്യ ആശുപത്രികളൊന്നും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആദ്യം. അപ്പോ അത് പ്രത്യേകിച്ചുള്ളത് പിന്നെ മെറ്റേണിറ്റി കെയർ ആണ്. ഗർഭിണികളുടെ കേരളത്തില് കൂടുതൽ ശതമാനം, എനിക്ക് തോന്നുന്നു 70-80% ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ തന്നെയാണ് പ്രസവിക്കാൻ പോകുന്നത്. പക്ഷെ കോവിഡ് സമയത്ത് ഒരൊറ്റ പ്രൈവറ്റ് ആശുപത്രിയും ഇവരെ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേറെ നിവൃത്തിയില്ല. അവർക്ക് പിന്നെ ഗവൺമെന്റ് ആശുപത്രികളെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. അത് അവര് സന്തോഷമായിട്ടൊന്നുമല്ല, അവർ ഭയങ്കര ഡിസ്ട്രസ്ഡുമായിരുന്നു. എന്നെ തന്നെ ഇവിടുത്തെ നമ്മുടെ കണ്ണൂരിലുള്ള എല്ലാവരും എന്നെ തന്നെ അവിടുന്ന് പിന്നെ ഗൾഫിൽ നിന്ന് സ്ത്രീകളെല്ലാം കൊണ്ടുവന്നല്ലോ. ആദ്യം ഗൾഫിൽ നിന്ന് സ്ത്രീകളെല്ലാം കൊണ്ടുവന്നു. പിന്നെ ഇവിടുത്തെ സ്ത്രീകളാണേലും അവര് വിളിക്കുന്ന എന്ത് ഭയങ്കരമായ ആശങ്കയോടുകൂടിയാണ് അവർ വിളിക്കുന്നത്. അതുവരെ നമ്മുടെ ശീലം എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളിൽ പോയി പ്രസവിക്കുക എന്നുള്ളത് തന്നെ ആണ് ഇവിടെ ആളുകളുടെ ശീലം. അതുപോലെ കോവിഡ് കേസുകളും ആദ്യമൊന്നും എടുക്കാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറായിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് ബേർഡനായിട്ട് വരിക ചെയ്ത, പിന്നെ അത്രയും സ്ട്രെസ്ഡ് ഔട്ടും അത്രയും ഇപ്പൊ ആശാ വർക്കേഴ്സ് അടക്കം, ആശാ വർക്കേഴ്സ് ആണെങ്കിലും ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്ത ആളുകൾക്ക് അത്രയും ബേർഡൻ ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നെ പതുക്കെ ഒക്കെ അന്നത്തെ മിനിസ്റ്ററൊക്കെ വളരെ നല്ല ഇതായിരുന്നുകൊണ്ട് കുറേശ്ശെ സ്വകാര്യ ആശുപത്രികളെ കൂടെ നമുക്കത് ഷെയർ ചെയ്യിക്കാൻ പറ്റി എന്നുള്ളത്. ഞാൻ അതിൻ്റെ വേറൊരു വശം പറയാണ്. കേരളം ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളതിനൊരു സംശയമില്ല. ലോകത്തിൽ എവിടെ വെച്ച് നോക്കിയാലും, അമേരിക്ക ഏത് രാജ്യങ്ങൾ നോക്കിയാലും കേരളം തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാന ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെയാണ്. പക്ഷെ അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ സപ്പോർട്ട് സിസ്റ്റവും ആ ഒരു നെറ്റ്വർക്കും കുടുംബശ്രീ പോലെയൊക്കെയുള്ള മറ്റ് സംവിധാനങ്ങളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും അതിനകത്ത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റവും ഉണ്ട്. പക്ഷെ ആ സമയത്ത് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു തിരിച്ചടിയും കൂടി ആയിരുന്നു എന്നുള്ളത് ഞാൻ പറയാണ്. പിന്നെ അന്ന് അത്രയും നല്ലതായിട്ട് ഗവൺമെന്റ് അത് മാനേജ് ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടെ ചില കാര്യങ്ങളിൽ ആൾക്കാർ സ്വകാര്യ ആശുപത്രികളിൽ തന്നെയാണ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പൊ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, നമ്മൾ അതിന് എപ്പോഴും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വേണം എന്നുള്ള ഇതിൽ തന്നെയാണ്. പക്ഷെ അതിൽ എത്രത്തോളം ട്രാൻസ്പെറൻസി ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ. അപ്പൊ അത് അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് അതിൽ വേണ്ട ആൾക്കാർ ആർക്കാണോ വേണ്ടത്, ആവശ്യമുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ചിട്ടൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നത്. അവിടെയൊന്നും ഒരു ഫെയർനെസ്സും എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ അത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ തന്നെയാണ് അത് ചെയ്യുന്നത്. വളരെ വളരെ കുറച്ചൊക്കെ ഗവൺമെന്റ് കുറച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ ഫെയർ ആയിട്ട് ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ആദ്യം കിട്ടുക എന്നുള്ള ഒരു ഫെയർനെസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള കെയർ. അത് 100% സ്വകാര്യ ആശുപത്രികൾ ചെയ്യുകയും ഗവൺമെന്റ് അതിനെ റീഇംബേഴ്സ് ചെയ്യുകയും ചെയ്യാണ്. അവിടെ യാതൊരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ പ്രോട്ടോകോൾ ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിന് കാരണം അത് പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയിലാണെന്നുള്ളതാണ്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ ഇപ്പോഴും ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒറ്റൊരു കാര്യം കൂടി പറയുക, വെല്ലൂർ മെഡിക്കൽ കോളേജ് എനിക്ക് അറിയാവുന്നിടത്തോളം, എനിക്ക് അത്രയധികം അറിയില്ല എങ്കിൽ പോലും വെല്ലൂർ മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഒരു ഫെയർ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് അത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഡോക്ടർമാർക്കാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ അൺഎത്തിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് അത് മാനേജ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ അത് എന്തുകൊണ്ട് കേരളത്തിലൊന്നും പക്ഷെ ഒരിക്കലും അതൊരു മോഡലായിട്ട് ചർച്ച ചെയ്തും ഞാൻ കേൾക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ് പ്രഷറോ ഒന്നും തന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നില്ല. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മോഡലുകളും കൂടി നമുക്ക് നോക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് അതിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. സമയം പോയില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നിപ്പോ ജയശ്രീ മാഡം പറഞ്ഞ പോലെ മെറ്റേണിറ്റി കെയറിന്റെ കാര്യത്തിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ പഴയതിനേക്കാൾ കൂടുതൽ കോവിഡിന് ശേഷം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കുന്നുള്ളതാണ് ഞാൻ ചില ഹോസ്പിറ്റലുകളുടെ ഡേറ്റയൊക്കെ നോക്കുമ്പോൾ മനസ്സിലായത്. ഒരു ഫാക്ച്വറായിട്ട് പറഞ്ഞ ഒരു കാര്യം മാത്രം.
പിന്നൊന്ന്, നമ്മൾ ഈ പബ്ലിക് സെക്ടർ വളർത്തണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ ഇപ്പൊ മുമ്പ് ജഗദീഷ് സാർ പറഞ്ഞ പൂർണ്ണമായിട്ട് ഒഴിവായിക്കൊണ്ടൊരു ചർച്ചയല്ലല്ലോ നമ്മളിവിടെ പറയുന്നത്. കാരണം ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ കേരള ഇക്കണോമിക്സ് ആണിത്. നിയർലി 18,000 ഇപ്പൊ ഹെൽത്ത് സെക്ടറിന് പോകുന്നുണ്ട്. നമുക്ക് മറ്റ് പല കോമ്പീറ്റിംഗ് സെക്ടേഴ്സും ഉണ്ട്. അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, മറ്റു പല സെക്ടേഴ്സും ഉണ്ട്. എല്ലായിടത്തും പോകേണ്ട പണമാണ്. അപ്പൊ അതിൽ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളൊരു കേസ് അവിടെ വരുന്നില്ല. പക്ഷെ അവിടുത്തെ അൺഹെൽത്തി പ്രാക്ടീസസിനെ ഒക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും ഗവൺമെന്റ് തരത്തിലുള്ള റെഗുലേഷൻസ് വരേണ്ടതും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിലുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ട് പബ്ലിക് സെക്ടർ മാത്രം മതി എന്നുള്ള ഒരു ആർഗ്യുമെന്റിലേക്ക് പോകുന്നതും കുറച്ച് ഇമ്മച്ചുവർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ആർഗ്യൂ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടേതൊരു മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യയുടേത്. അതിൽ രണ്ടും ഉണ്ടായിരിക്കും. പക്ഷേ ഹെൽത്ത് കെയർ സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിന്റെ മുകളിൽ റെഗുലേഷനും രജിസ്ട്രേഷനും അക്രഡിറ്റേഷനും പിന്നെ ക്വാളിറ്റി കൺട്രോളും ഒക്കെ വേണം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ അല്ലാതെ പിന്നെ പൊതുമേഖല മാത്രം മതിയെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതിന് അങ്ങനെ മനസ്സിലാക്കപ്പെട്ടില്ല. ശരി, ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഉള്ളതാണ്. ശരി, ഓക്കെ. അല്ല, അങ്ങനെ ആരും പറയുമെന്ന് തോന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം. അതാരും പറയില്ലല്ലോ, അങ്ങനെ ആരും പറയുമെന്ന് തോന്നില്ല. ഡോക്ടർ ജയശ്രീ ചോദിച്ച വെല്ലൂരിന്റെ കാര്യം ഞാൻ വെല്ലൂര് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ക്രിസ്ത്യൻ റിലീജിയസ്, അതിന്റെ ഒറിജിൻ മുതൽ അതിന്റെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്ന അതിന്റെ ഒരു ഗുഡ് സമരിറ്റൻ, അതിന്റെ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ പിന്നെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ അത് അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവരുടെ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അത് ഇതുണ്ട്. പക്ഷെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു ഫ്രെയിം വർക്ക്, പിന്നെ സേവാഗ്രാമിലെ മെഡിക്കൽ കോളേജും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ബാംഗ്ലൂരിലെ പിന്നെ സെന്റ് ജോൺസും ഇതുമായിരുന്നു ഉണ്ടായിരുന്നത്. സെന്റ് ജോൺസിന്റെ ഇപ്പോൾ ആ ഡയമെൻഷനൊക്കെ പോയി. പബ്ലിക് ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് നടത്തുന്നതിനുള്ള ഒരു റോളും ഉണ്ട്. അതിന് ഓരോന്നിനും കമ്മ്യൂണിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള സർവീസുകളുണ്ട്. അവരുടെ ട്രാവൽ ഫെലോഷിപ്പ്, മറ്റു പല കോൺടെസ്റ്റിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഗ്രൂപ്പിൽപ്പെട്ട പലരും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പക്ഷെ അത് തന്നെ ഒരു ഗവൺമെന്റ് ഇതിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് കുറെ പരിമിതികളുണ്ട്. കാരണം അതിൽ മറ്റേ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം അതിന്റെ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇല്ല, എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, നല്ല നല്ല പ്രോഗ്രാമുകളുണ്ട്, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ പബ്ലിക് സെക്ടറിലുള്ള ആളുകളും ഉണ്ട്. പക്ഷെ പോളിസി ഇത് നെഗ്ലക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ആ പോളിസിയിൽ അത് ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ പോകണം എന്നുള്ളത് അത് ആർട്ടിക്കുലേറ്റ് ചെയ്യില്ല. അത് ചെയ്യാതെയാണ് ഇപ്പൊ ഏറ്റവും നല്ല ഹെൽത്ത് സെന്ററുകൾക്കുള്ള അവാർഡുകളൊക്കെ നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുപോലെ ആർദ്ര മിഷന്റെ ഒരു ഇത് കൊണ്ടാണ് സെക്കൻഡറി ലെവൽ ഹോസ്പിറ്റൽസ് എല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും ഫാമിലി ഹെൽത്ത് സെന്ററായിട്ട് ഉയർത്തുകയും അതുപോലുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ അക്കൗണ്ടബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ, നമ്മളത് അക്കൗണ്ടബിൾ ആക്കണമെങ്കിൽ ആണ് പോളിസി പ്രധാനമാകുന്നത്. അതപ്പൊ ഇതിപ്പോ ഔദാര്യം പോലെയൊക്കെ നമുക്ക് ഇത്രയൊക്കെ ഇത്രയൊക്കെ കിട്ടുന്നില്ലേ, അത് നല്ല കാര്യമല്ലേ എന്നുള്ള തരത്തിലല്ല അത് പോളിസിയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ. ആ ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ നല്ലതില്ല എന്നല്ല, കേരളം തന്നെയാണ് ഇപ്പോഴും ഇപ്പം മൊത്തം നോക്കിയാലും മുന്നിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആർദ്ര മിഷന് ശേഷം വന്നിട്ടുമുണ്ട്. അത് NHMന്റെ തന്നെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. പക്ഷെ അത് റൈറ്റ് എന്നുള്ള സംഭവമാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും പോകാം, ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും പോകാം. അത് ബെറ്റർ ആകാം, അല്ലാതെ ആകാം. അതിന് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതില് ജനങ്ങൾക്ക്, ഗവൺമെന്റിന് അതിന്റെ മുകളിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, ജനങ്ങൾക്ക് അതിന് ഒരു ഉറപ്പില്ല അങ്ങനെ കിട്ടും എന്നുള്ളത്. അതാണ് അതിലെ വിഷയമുള്ളത്. അതുകൊണ്ടാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒക്കെ ഇപ്പം ഈ ഗവൺമെന്റിന് മുമ്പേ വന്ന ഗവൺമെന്റിന്റെ അവരുടെ മാൻഡേറ്റിൽ ഉള്ളതായിരുന്നു അത്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. പക്ഷെ അത് പ്രയോഗത്തിൽ ഒന്നും വരുന്നില്ലല്ലോ.
പോളിസികളായാലും എൻ്റെ അഭിപ്രായത്തിൽ പോളിസികളായാലും ഈ പറഞ്ഞ റൈറ്റ് ടു ഹെൽത്ത് ആക്ട് ആയാലും ഇപ്പോൾ രാജസ്ഥാനിൽ റൈറ്റ് ടു ഹെൽത്ത് ആക്ട് പാസ്സാക്കിയിട്ട് എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ പിന്നെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ പോളിസി ഡോക്യുമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന പരിപാടി ഗവൺമെന്റ് തലത്തിലും അതിന് ബന്ധപ്പെട്ട വകുപ്പുകളും മുന്നോട്ട് വയ്ക്കുകയും അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അത് മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തന പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പോളിസി ഡോക്യുമെന്റ്സ് അധിക പോളിസി ഡോക്യുമെന്റ്സും പോളിസി ഡോക്യുമെന്റ് ആയിട്ട് അളമരികളിൽ വിശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മാത്രമല്ല പോളിസി പിന്നെ ബൈൻഡിങ്ങും അല്ല, ഈ പലപ്പോഴും പോളിസി ബേസ്ഡ് ആയിട്ടൊന്നും അല്ല. ഇപ്പോൾ ഉള്ള പോളിസി വെച്ചിട്ടല്ലല്ലോ പിന്നെ അതാത് സെക്ടറിൽ ഇപ്പോൾ ഹെൽത്തിന്റെ തന്നെ ഡിഫറെന്റ് യൂണിറ്റുകളിൽ വിങ്ങുകളിൽ അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും അതുകൊണ്ടല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഏറ്റവും പ്രധാനം ഏതൊരു മേഖലയാണ് ഹെൽത്ത് പോലുള്ള ഒരു മേഖലയിൽ അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിരന്തരം വിശകലന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ഒരു വാച്ച് ഡോഗായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ തലങ്ങളിൽ പിന്നെ ആരോഗ്യ പിന്നെ എന്താ പറയാ പിന്നെ സന്നദ്ധ പ്രവർത്തകരോ അല്ലെങ്കിൽ ആരോഗ്യ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളോ ആരോഗ്യരംഗത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമാണ് പിന്നെ അതിനുള്ള ഒരു സാധ്യതകൾ അത് വരുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വരുമെന്നാണ് ഞാൻ ഈ ഒരു കമന്റോടുകൂടി എൻ്റെ നിർത്തുകയുണ്ട്. കാരണം അത് 2-3 ആൾ മാത്രമാണ് കമന്റ്സുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഓക്കെ, എനിക്ക് നേരത്തിന് കയറാൻ പറ്റിയില്ല, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ശോഭ വൈൻഡപ്പ് ചെയ്യാൻ ശോഭ. എന്തായാലും ചർച്ച ഒരു ഏകദേശം 9 മണി വരെ അത് നീണ്ടു. പിന്നെ നമ്മളെ പ്രതീക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, അത് പറഞ്ഞുകൊണ്ട് നിർത്താം, അതുകൂടി ഒന്ന് സൂചിപ്പിക്കണം തോന്നി എനിക്ക്. അതായത് പബ്ലിക് സെക്ടറിനെ അണ്ടർമൈൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പോളിസിയുടെ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഇനി വേൾഡ് വൈഡ് ആയിട്ടായാലും അങ്ങനെ ഒരു സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഇത്രയധികം, ഇപ്പൊ കുറച്ചു മുമ്പ് ജഗ്ഗു പറഞ്ഞതായാലും ജയശ്രീ പറഞ്ഞതായാലും ഹരിക്കുറുപ്പ് പറഞ്ഞതായാലും ഗോഡ്വിൻ പറഞ്ഞതായാലും എല്ലാവരും ഇടപെട്ടവരെല്ലാവരും സംസാരിച്ചപ്പോ ഉണ്ടായിട്ടുള്ള പ്രതീക്ഷയിലുള്ള ഒരു ശ്രദ്ധയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് പബ്ലിക് സെക്ടറിനെ എത്രമാത്രം പരിപോഷിപ്പിക്കാൻ പറ്റുമോ, എത്രമാത്രം അതിൽ നമുക്ക് ജാഗ്രത പുലർത്താൻ പറ്റുമോ, അത് ഏറ്റവും അടിസ്ഥാന ആരോഗ്യത്തിന് മനുഷ്യർക്ക് കിട്ടേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങള് അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള മനുഷ്യരുടെ ആരോഗ്യത്തിന്, സാമൂഹികാരോഗ്യത്തിനും പ്രത്യേകിച്ചും അതിന്റെ ഭാഗമായിട്ടുള്ള സാമൂഹികാരോഗ്യത്തിനും എങ്ങനെ അതെല്ലാം മെച്ചപ്പെടുത്താന്നുള്ളതിന് എനിക്ക് ഒരു സൂചകമായിട്ട് ഈ ചർച്ച പരിണമിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ചർച്ചകള് ഇത്തരത്തിൽ എക്സ്പേർട്സുമായിട്ട് തുടരാനുള്ള സാധ്യത ഇൻസ്റ്റിറ്റ്യൂട്ടും ചികിത്സാനീതിയും കേരളീയവും ഒന്നിച്ച് ഇനിയും ആലോചിക്കും. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹം, നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. ഇനി അടുത്ത പ്രഭാഷണവും ചർച്ചയും നടക്കുമ്പോൾ കാണാം. വളരെ സന്തോഷം.